जुड़ने के लिए परमेश्वर ने अवसर दिया, इसलिए मैं परमेश्वर का धन्यवाद करता हूँ। നാം എല്ലാം പല സ്ഥലങ്ങളിൽ ആയിരുന്നു, പല രീതിയിൽ എന്നാൽ കർത്താവ് നമ്മളെല്ലാം നടത്തി. हम अलग-अलग स्थानों में थे, अलग-अलग परिस्थितियों में थे, फिर भी परमेश्वर ने हमको चलाया। രാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ആത്മീക യോഗത്തിൽ ഞങ്ങൾക്ക് ഒരു ഭാഗമായിരിക്കാൻ കർത്താവ് സഹായിച്ച ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. भोर को उठकर परमेश्वर की स्तुति और आराधना करने के लिए परमेश्वर ने एक ऐसा अवसर दिया, इसलिए परमेश्वर का धन्यवाद करता हूँ। ഈ ആത്മീക യോഗങ്ങൾ ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, പിതാക്കന്മാരായ ദൈവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ ഇന്ന് രാവിലെ ഒരുമിച്ച് സഹായിക്കട്ടെ. ये प्रार्थना सभा को अगुवाई करने वाले सारे पासवानों का और आत्मिक पिताओं का, सारे प्रभु के दासियों का मैं धन्यवाद करता हूँ। നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന നിമിത്തമാണ് ഞങ്ങൾ ഈ ദേശത്ത് ആയിരിക്കുന്നത്. आप लोग के प्रार्थना के वजह से ही हम लोग इस उत्तर भारत में हैं यहाँ पे। യു പിയിൽ ഞങ്ങളായിരുന്ന റായ്ബറേലിയിൽ നടക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ പലരും അറിഞ്ഞു കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. हमारे उत्तर प्रदेश के रायबरेली जिले में जो भी विरोधी का जो भी बातें चल रही हैं, आप सब जानते हैं। എന്നാൽ കർത്താവ് ഞങ്ങളെ ഇതിനിടയിൽ പരിപാലിക്കുന്നു. इसके बीच परमेश्वर हमको चला रहा है। മാനസികമായും മറ്റ് പല പ്രയാസമുണ്ടെങ്കിലും കർത്താവിൻ്റെ വലിയ ശക്തിയും അഭിഷേകവും ദൈവകൃപയും കർത്താവ് ഞങ്ങളുടെ മേൽ പകർന്നു. मानसिक रूप से हम भले ही तनाव से गुजर रहे हों, पर परमेश्वर की कृपा हम पर है, इसलिए हम परमेश्वर का धन्यवाद करते हैं। വീണ്ടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ. दोबारा आप हमें अपने प्रार्थना में याद रखिएगा। ഞങ്ങൾ ഈ വലിയ ശുശ്രൂഷയ്ക്ക് യോഗ്യരല്ലായിരുന്നു, എന്നാൽ ദൈവം ഞങ്ങളെ യോഗ്യരാക്കി. हम इस बड़े सेवकाई के लिए योग्य नहीं थे, फिर भी परमेश्वर ने हमको योग्य बनाया है। കർത്താവ് നൽകിയ കൃപയല്ലാതെ സ്വന്തമായ ഒരു യോഗ്യതകളുമല്ല ഈ കൃപയിലായി, അതുകൊണ്ടല്ല ഈ കൃപയിലായിരിക്കുന്നത്. हम अगर यीशु मसीह के अगर हम जो अभी इस योग्य हैं, तो एक ही कारण है कि इसका परमेश्वर का कृपा हम पर उंडेला गया है। ഹല്ലേലൂയ. हालेलुया। ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. हमें प्रार्थनाओं में याद रखने वाले सारे पासवानों का, प्रभु के दासियों का मैं धन्यवाद करता हूँ। ഹല്ലേലൂയ. हालेलुया। ഇന്ന് രാവിലെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനായി ദൈവാത്മാവ് നൽകിയ ഒരു വേദഭാഗത്തേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു പോകാം. आज की सुबह हम सबको मिलकर एक अध्ययन करने वाला एक पद की ओर हम लोग चलेंगे। വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാവിലെ ഒരുമിച്ചായിരിക്കാം. बड़े प्रार्थना के साथ हम आज की सुबह बैठेंगे। പറയാൻ കർത്താവേ, ഇന്ന് രാവിലെ ദൈവാത്മാവ് സംസാരിക്കണമേ. परमेश्वर से कहें, परमेश्वर आज हम आपकी आत्मिक बातों से हमें भरने के लिए। എനിക്കുള്ള ആത്മീക ദൂത് ഇന്ന് രാവിലെ ദൈവമേ നിന്റെ മേൽ നീ പകരുമാറാകണമേ. मेरे लिए जो आत्मिक दूध आपने भेजा है, वो मुझ पे उंडेला पाए। ദൈവത്തിന്റെ വചനം നമ്മളെ ഇന്ന് രാവിലെ ഉറപ്പിക്കട്ടെ. परमेश्वर का वचन आज हमें दृढ़ रखे। നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ പലപ്പോഴും നാം എല്ലാം പല രീതിയിൽ ബലഹീനരായിട്ടുണ്ട്. हम जानते हैं कि हमारे जीवन में कई सारे परिस्थितियों में, कई सारे मोड़ पे हम बलहीन हो जाते हैं, ആയിട്ടുണ്ട്. हो चुके हैं। എന്നാൽ കർത്താവിന്റെ വചനമാണ് നമ്മെ നിർത്തിയത്. इसके बाद परमेश्वर का वचन ने हमको दृढ़ रखा है। ദൈവത്തിന്റെ വചനം നമ്മളെ ഉറപ്പിക്കുന്നു. परमेश्वर का वचन हमको धैर्य पूर्वक बढ़ाता है। ദൈവത്തിന്റെ വചനം മുമ്പോട്ട് പോകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. परमेश्वर का वचन हमको आगे बढ़ाने के लिए प्रेरित करता है। വചനത്തിന്റെ ആത്മീയ മർമ്മങ്ങളെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം മാറിപ്പോകുന്നു. पर मैं वचन की गहराई को पढ़ने से हमारे जीवन का सारे दुख डर चले जाते हैं। ഈ വചനത്തിന്റെ പഠനവും ദൈവവചനത്തിന്റെ അധ്യയനവുമാണല്ലോ നമ്മൾ ഇതുവരെ നിർത്തിയത്. ये परमेश्वर वचन का अध्ययन करने से और वचन को पढ़ने से ही आज हमारा जीवन यहाँ टिका हुआ है। ഹല്ലേലൂയ. हालेलुया। ഇന്ന് രാവിലെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ദൈവത്തെ വാഴ്ത്തുകയാണ്. आज की सुबह हम परमेश्वर का स्तुति और आराधना करते हैं। ആമേൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. प्रेरित काम से हम एक और आयत आज के दिन पढ़ना चाहेंगे। 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. इसके पहले अध्याय का 11वीं आयत। അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. प्रेरित कार्य उसका पहला अध्याय का 11वीं आयत। വചനം ഇപ്രകാരം പറയുന്നു. वचन इस प्रकार कहता है, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. यहाँ ऐसा लिखा है, हे गलीली पुरुषों, तुम क्यों खड़े आकाश की ओर देख रहे हो? यही यीशु जो तुम्हारे पास से स्वर्ग पर उठा लिया गया है, जिस रीति से तुमने उससे स्वर्ग को जाते देखा है, उसी रीति से वह फिर आएगा। കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें सहायता करे। കർത്താവ് വളരെ ഞങ്ങളെ ചിന്തിപ്പിച്ച ഒരു വാക്യവുമായിട്ടാണ് ഇന്ന് രാവിലെ ഒരുമിച്ച് ദൈവം ആയിരിക്കുന്നത്. मुझे बहुत ही पसंदीदा एक बहुत ही चिंतन का बात को मैं आपके सामने लेके बैठा हूँ। കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം परमेश्वर के यीशु मसीह के पुनरुत्थान के बाद
ശിഷ്യന്മാരുടെ അടുക്കൽ കർത്താവ് വരുന്നു. अब यीशु मसीह अपने चेलों के पास आता है, 40 ദിനത്തോളം അവർക്ക് പ്രത്യക്ഷനാകുന്നു. उनके साथ 40 दिन तक उनके साथ रहा वो. അവസാനം സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗാരോഹണത്തിന്റെ ആ ഭാഗമാണ് ആദ്യത്തെ ഈ ഭാഗങ്ങൾ നാം വായിക്കുന്നത്. तो उसके बाद स्वर्गारोहण की तैयारी का उस पल का ये कुछ संगति को हम देखते हैं यहाँ पे. ആമേ, കർത്താവ് അവരെ ഒലിവ് മലയിലേക്ക് വിളിക്കുന്നു. परमेश्वर उन्हें जैतून के पहाड़ बुलाता है. ആ യേശു തന്റെ ശിഷ്യന്മാരുടെ മധ്യേ നിന്നുകൊണ്ട് പല വിഷയങ്ങൾ സംസാരിക്കുന്നു അവരോട്. यीशु मसीह अपने चेलों के साथ बैठकर कई सारे बातों को उनको बताता है. പരിശുദ്ധാത്മാവിന്റെ വരുവാൻ പോകുന്ന അഭിഷേകത്തെ കുറിച്ചുള്ള വാഗ്ദാനം വീണ്ടും കർത്താവ് ഉറപ്പിച്ച് പറയുന്നു അവരോട്. पवित्र आत्मा के आने वाली सारी विशेषताओं को, सारी बातों को यीशु मसीह को खुल के बताता है. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷിയാകണമെന്നുള്ള ആ മഹാനിയോഗം കർത്താവ് കൈമാറുന്നു. यीशु मसीह उनको ऐसी वाचा प्रदान करता है कि तुम यरूशलेम से आगे बढ़कर पृथ्वी के छोर तक मेरे गवाह होगे. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു അവരുടെ നടുവിൽ നിന്ന് ഉയരത്തിലേക്ക് അതെ സ്വർഗാരോഹണം ചെയ്യുകയാണ്. ऐसे कहते कहते यीशु मसीह धरती से ऊपर उठाता गया. നാം വായിക്കുന്നു അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവരെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. उसके 9वीं आयत में हम पढ़ते हैं, यह कहकर वह उनके देखते देखते ऊपर उठा लिया गया और बादल ने उसे उनकी आंखों से छिपा लिया. 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. उसके 10वीं आयत में पढ़ते हैं, उसके जाते समय जब वे आकाश की ओर ताक रहे थे, तो देखो 2 पुरुष श्वेत वस्त्र पहने हुए उनके पास आ खड़े हुए. അതിനുശേഷം ദൂതൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. उसके बाद जो स्वर्गदूत ने उनसे कहा था वही बातों को हमने पिछले आयत में पढ़ा था. ഗലീല പുരുഷന്മാരെ, हे गलील के पुरुषों, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? तुम आकाश की ओर खड़े हुए क्यों देखते हो? ഈ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. इस आयत को लेकर मैं आपके सामने बैठा हूँ. വളരെ പ്രാർത്ഥന ഒരുമിച്ചായിരിക്കാം. बहुत ही प्रार्थना के साथ हम बैठे हैं. ദൈവാത്മാവിന്റെ വലിയ സന്ദേശം ഇന്ന് രാവിലെ ദൈവം നമുക്ക് പകരട്ടെ. पवित्र आत्मा की बहुत ही बड़ी संदेश हम पर उंडेला पाए. ദൂതന്റെ വാക്കുകൾ പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? स्वर्गदूत ये कहते हैं कि हे गलीली पुरुषों, तुम स्वर्ग की ओर क्यों देख रहे हो? സാധാരണക്കാരായ ആളുകളെ ആ ഒലിവുമലയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വലിയ ദൈവിക പദ്ധതിയുടെ കാഴ്ചക്കാരായി അത് അനുഭവിപ്പാനായി വിളിച്ച കർത്താവ് നാം വായിക്കുന്നു, ഇപ്പോൾ ഉയരത്തിലേക്ക് കടന്നുപോയി. साधारण मनुष्यों को यीशु मसीह अपने जैतून पहाड़ पर ले गया, उनको आत्मिक बातें दिखाने के लिए और स्वर्गीय दर्शन कराने के लिए उनको वहां ले गया. और हम ये बातें देखते हैं. ജീവിതത്തിന്റെ പല വഴികളിലായിരുന്ന ശിഷ്യന്മാരെ വിളിച്ച് വേദനിച്ച് 3.5 വർഷം കൂടെ ഇരുത്തി പഠിപ്പിച്ച കർത്താവാണ് ഇപ്പോൾ സ്വർഗാരോഹണം ചെയ്തത്. 3.5 साल यीशु मसीह अपने चेलों के साथ, जो चेले अलग अलग परिस्थिति में थे, उनके बीच में रहकर आज यीशु मसीह स्वर्ग में उठा लिया जा रहा है. ആമേ, നമുക്കറിയാം കഴിഞ്ഞ ദിനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ സംഭവം തൊട്ടു മുമ്പ് അവർ കണ്ട വലിയ അനുഭവങ്ങൾ, ക്രൂശീകരണവും കഷ്ടാനുഭവങ്ങളും എല്ലാം കണ്ട് അവർ ഭയത്തോടിരുന്ന സമയത്താണ് യേശു അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത്. इसके पहले सारी बातों को हम जानते हैं कि बहुत ही बड़े कष्ट से जब यीशु मसीह गुजर रहा था, तो उसका क्रूसारोपण, सब दुख देखकर चेले डरे हुए थे. उसके बीच में से यीशु मसीह स्वर्ग में उठा लिया जा रहा है. എന്നാൽ ഇവിടെ ദൂതന്മാർ വന്ന് അവരോട് സംസാരിക്കുന്നു എന്ന് വായിക്കുന്നു. उसके बाद स्वर्गदूत उनसे आगे बातें कर रहा है. हम ये बातें देखते हैं. യേശുവിന്റെ ഭൂമിയിലേക്കുള്ള വരവ് നിമിത്തം, അല്ലെങ്കിൽ കർത്താവ് വന്ന് ഇവിടെ സ്വർഗ രാജ്യം സ്ഥാപിച്ച നിമിത്തം ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ മലാഖിയുടെ പുസ്തകത്തിന് ശേഷമുള്ള വിഷയങ്ങളെ പഠിക്കുമ്പോൾ നമുക്കറിയാം. हम जानते हैं कि यीशु मसीह का यहाँ आने के बाद, धरती पर आने के बाद कई सारी बदलाव मलाकी पुस्तक के बाद हम देखते हैं. ആമേ, സാധാരണക്കാരുടെ അടുക്കൽ ദൂതന്മാർ വരുന്നു. साधारण पुरुषों के बीच में स्वर्गदूत उतर आता है. ആമേ, നമുക്കറിയാം കന്യകയുടെ അടുക്കൽ ദൂതൻ വരുന്നു.
कन्याओं के बीच में स्वर्गदूत उंडेला जाता है, അവരോട് സംസാരിക്കുന്നു, उनसे बातें करता है, സ്വർഗത്തിലെ മർമ്മങ്ങൾ സംസാരിക്കുന്നു. स्वर्ग की बातों को उनको बताता है. ദൂതന്മാരുടെ കൂടെ നടപ്പാൻ മനുഷ്യർക്ക് ഭാഗ്യമുണ്ടാകുന്നു. स्वर्गदूत के साथ, स्वर्गदूतों के साथ चलने का सौभाग्य हम लोग को मिलता है. അവൻ നാം വായിക്കുന്നു, ആ ജയിലറകളിലേക്ക് ദൂതന്മാർ ഇറങ്ങി വരുന്നു. हम जानते हैं कि कार्यालय में, कारागृह में स्वर्गदूत उतर आता है. വിലാപ്പുറത്ത് തട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൂതന്മാർ വന്ന് തട്ടി ഉണർത്തുന്നു. जहाँ विलाप होता है वहां पे स्वर्गदूत ജഗാത്തെ जहाँ आके जगाते हैं स्वर्गदूत आके. ആമേൻ. എന്ന് പറഞ്ഞാൽ ദൂതന്മാർ വന്ന് മനുഷ്യരുമായി ഇടപെടുന്ന ആമേൻ കാലഘട്ടമായി ഈ പുതിയ നിയമ ചരിത്രത്തിന്റെ ആദ്യ അധ്യായങ്ങൾ നാം വായിക്കുകയാണ്. हम जानते हैं कि स्वर्गदूतों का साधारण पुरुषों के साथ जो मिलन होता है, वो बातों को हम इसके 2-3 पुस्तकों में नए नियम के देखते हैं. ആമേൻ. നമ്മുടെ ഇവിടെ വായിക്കുന്നത് കണ്ടോ? ആമേൻ. ശിഷ്യന്മാരുടെ അടുക്കൽ ആര് വരുന്നു? ദൂതന്മാർ വരികയാ. हम देखते हैं कि चेलों के बीच में स्वर्गदूत आता है. ആമേൻ. സാധാരണക്കാരായ ആളുകളുടെ അടുക്കലേക്ക് സ്വർഗം ഇറങ്ങി വരുന്നു. साधारण पुरुषों के बीच में स्वर्ग उतर आता है. നമ്മൾ 14ാമത്തെ വാക്യം വായിക്കുന്നു, ഗലീല പുരുഷന്മാർ തുറന്ന സ്വർഗത്തിന് കീഴിൽ നിൽക്കുകയാണ്. हम देखते हैं 11वीं आयत में, हे गलीली पुरुष लोग स्वर्ग की ओर खड़े हुए देख रहे थे. ആമേൻ. സ്വർഗം തുറന്ന് യേശുവിനെ ആ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്ന നിമിഷം താഴെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ ഗലീലക്കാരായിരുന്നു. यीशु मसीह को स्वर्गारोहण देखते हुए वो लोग आकाश की ओर, स्वर्ग की ओर देखते हुए नीचे गलीली पुरुष लोग खड़े थे. ആമേൻ. നമുക്കറിയാം, ആമേൻ, യാതൊരു യോഗ്യതകളും ഇല്ലാതിരുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ ആമേൻ ആ വലിയ സ്വർഗീയ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഒലിവുമലയിൽ ദൃക്സാക്ഷികളായി നിൽക്കുകയാണ്. कोई भी योग्यता उनमें नहीं थी. उन्हीं पुरुषों को यीशु मसीह खड़ा कर आज जैतून पहाड़ पर स्वर्ग की दर्शन करने के लिए उनको योग्य बनाया. ആമേൻ. സാധാരണക്കാരും അതേ ജീവിതത്തിന്റെ വഴികളിൽ ഏറ്റവും താഴ്ന്ന നിലവാരം ഉണ്ടായിരുന്ന ആളുകളെല്ലാം തിരഞ്ഞെടുത്ത് കർത്താവ് ഒരുക്കി സ്വർഗത്തിന്റെ കീഴിൽ നിൽക്കുവാനായി, അല്ലെങ്കിൽ ദൂതന്മാരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആമേൻ യേശു ഒരുക്കി അവരെ ഈ അനുഭവത്തെ കൊണ്ടുവന്നതാണ്. जीवन की अलग अलग परिस्थिति में बैठे हुए चेलों को यीशु मसीह इकट्ठा कर उनको नया बना कर यीशु मसीह ने इस योग्य बनाया कि वो स्वर्ग की दर्शन नीचे जैतून पहाड़ पर कर सके. ഇതെല്ലാം എന്റെ നമ്മുടെ അനുഭവങ്ങളല്ലേ? ये सब हमारे और आपके अनुभव है. ജീവിതത്തിൽ എന്തെങ്കിലും യോഗ്യതകൾ ഉണ്ടായിരുന്നുവോ ഈ നാമത്തെ വഹിക്കുവാൻ, ഈ നാമത്തെ ഉദ്ഘോഷിക്കുവാൻ? हमारे पास कितनी योग्यता मिली है कि हम इस वचन को पढ़ रहे हैं और इस वचन को समझ रहे हैं. ഒരു യോഗ്യതകളും ഇല്ലായിരുന്നു നമ്മെ. कोई भी योग्यता हम में नहीं थी. ആമേൻ. കർത്താവ് ഒരുക്കി സ്വർഗത്തിന്റെ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ഇരുത്തിയിരിക്കുകയാണ് രാവിലെ. परमेश्वर ने, यीशु मसीह ने हमको बना कर स्वर्ग के नीचे बैठने के लिए हमको इस योग्य बनाया. ആമേൻ. ദൂതന്മാരുടെ കൂടെ നാം നടക്കുന്നു. स्वर्गदूतों के साथ हम चलते हैं. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നാം നിറഞ്ഞ് രാവിലെ ഉണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. पवित्र आत्मा में भर कर हम भोर कर परमेश्वर की आराधना करते हैं. ആത്മാവിൽ നിറഞ്ഞ് പാടി ദൈവത്തെ ആരാധിക്കുന്നു. आत्मा भर कर परमेश्वर की स्तुति आराधना करते ആമേൻ. हैं. നമുക്കറിയാം, എല്ലാ അയോഗ്യതകളെയും നീക്കിയിട്ട് സ്വർഗത്തിന്റെ കീഴിലായിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുന്നതിനായി സ്തോത്രം പറയാം. हम जानते हैं कि सारी अयोग्यता को हटाकर हमको योग्य बनाकर स्वर्ग के नीचे बैठने के लिए हम परमेश्वर ने हमको योग्य बनाया. ഒന്നുമില്ലാതിരുന്നവരും ഏതുമില്ലാതിരുന്നവരെയും തിരഞ്ഞെടുത്ത് സ്വർഗീയ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാൻ ദൈവം ഭാഗ്യമൊരുക്കി. जो किसी लायक नहीं थे, उनमें कोई योग्यता नहीं थी, परमेश्वर ने उनको स्वर्ग की बातों को उनको जानने का अधिकार दिया. ആമേൻ. ലോകത്തിന്റെ പാപത്തിന്റെ വഴികളിൽ ജീവിച്ച നമ്മളെ സ്വർഗത്തിന്റെ വിശുദ്ധിയെ സംസാരിപ്പാൻ, ഉദ്ഘോഷിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. संसार की गलियों में भटकते हुए हम लोग को परमेश्वर ने उठाकर स्वर्ग की बातों को जानने का अधिकार दिया है. ആമേൻ. ദൈവത്തിന്റെ മക്കളായിരിക്കാൻ പദവി നൽകിയല്ലേ? സ്തോത്രം പറയാൻ കർത്താവിന്. परमेश्वर के पुत्र होने का अधिकार दिया, इसलिए हम परमेश्वर का धन्यवाद करेंगे. ഹല്ലേലൂയ. हालेलुया. വായിച്ച വാക്യം വായിക്കണ്ടോ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക്, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? यहाँ पे ऐसा लिखा, हे गलीली पुरुषों, तुम क्यों खड़े आकाश की ओर देख रहे हो? ആമേൻ. ഭൂമിയിലേക്ക് മാത്രം നോക്കി നടന്നിരുന്നവർ, जो धरती पर देखने वाले, जो सिर्फ धरती पर देखते थे, ആമേൻ, ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്നവർ, छोटे छोटे कार्य करके अपना जीवन बिताने वाले, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്നവർ,
परमेश्वर से कोई भी संबंध ना रखने वाले, ദൂതന്മാരെ ഒരിക്കലും കാണാതിരുന്നവർ, स्वर्गदूतों को कभी ना देखने वाले, ആമേൻ, ദൂതന്മാരുടെ ശബ്ദം കേൾക്കാതിരുന്നവർ, स्वर्गदूतों की कभी आवाज ना सुनने എന്നാൽ वाले, യേശുവിന്റെ കൂടെ നടന്നത് നിമിത്തം, यीशु मसीह के साथ चलने के कारण, യേശു നിമിത്തം यीशु के कारण ഇപ്പോൾ അവർ സ്വർഗത്തിന്റെ കൂടെ നടക്കുകയാണ്. वो आज उस स्वर्ग के साथ चल रहे हैं। സ്വർഗീയ പദ്ധതികളെ നേരിട്ട് കാണുവാൻ ഭാഗ്യം ലഭിച്ചവർ, स्वर्गीय अधिकारों को अपनी आंखों से देख रहे हैं। നൂറ്റാണ്ടുകളായി ആഗ്രഹിച്ചിരുന്നിട്ടും ലഭിക്കാതിരുന്ന വലിയ അനുഭവങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചും ഇരുന്നിരുന്ന ആ ഗലീലയിലെ ചെറിയൊരു പുരുഷാരം, सालों साल प्रार्थना करके जो देख नहीं पाए, वही आज एक साधारण गलीली पुरुष लोग अपनी आंखों से स्वर्ग को देख रहे थे। ഗലീല പുരുഷന്മാർ, गलील के पुरुष ദൈവമക്കളെ, അവരെ പോലെ നമുക്കും ഈ ഭാഗ്യം ദൈവം നമുക്ക് നൽകി. प्रभु के दासों, हमको ऐसा एक सौभाग्य मिला है। ഈ സ്വർഗത്തിലെ ജീവനുള്ള വചനം ഉയർത്തുവാനും പ്രസംഗിക്കുവാനും ഗലീല പുരുഷന്മാരെ പോലെ ദൈവം നമുക്ക് ഭാഗ്യം ഒരുക്കിയില്ലേ? इस परमेश्वर के वचन को पढ़ने का, समझाने का एक गलीली पुरुषों जैसा हमको सौभाग्य मिला है। കർത്താവിന് വേല ചെയ്യുവാൻ ലഭിച്ച സൗഭാഗ്യം ലോകത്തിലെ ബാക്കി എല്ലാ സ്ഥാനങ്ങളെക്കാളും ഉത്തമമല്ലേ? दुनिया के सबसे सौभाग्य में सबसे उत्तम है कि हम परमेश्वर के सेवकाई, परमेश्वर के वचन को बांट रहे हैं। നമുക്കറിയാം ഗലീല പുരുഷന്മാർ സ്വർഗത്തിന് കീഴിൽ നിൽക്കുകയാണ്. हम देख रहे हैं कि गलीली पुरुष स्वर्ग की ओर देख रहे हैं। അവരുടെ കണ്ണുകൾ ഉയരത്തിലേക്കാണ്, അതെ, അവർ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. उनकी आंखें स्वर्ग की ओर उठी हुई हैं। കാരണം നമുക്കറിയാം അവരെ വിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തു. इसका कारण हम जानते हैं कि यीशु मसीह उनको छोड़कर स्वर्ग की ओर जा रहा है। അവർ നിന്നിരുന്ന പ്രതലം വിട്ട് പതുക്കെ യേശു ഉയർന്നുയർന്ന് മുകളിലേക്ക് പോയി മേഘം യേശുവിനെ മൂടി എന്ന് വായിക്കുന്നു. जहां वो रहते थे उस स्थानों को छोड़कर यीशु मसीह स्वर्ग की ओर उठा लिया जाता है। स्वर्ग खुला है और धीरे धीरे बादल उसे छिपा रहे हैं। ആമേൻ. അപ്പോൾ അവർ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നു. യേശു കടന്നുപോയ വഴിയെ അവർ നോക്കി നിൽക്കുകയാണ്. तब उसी चीज को आज चेले बैठकर देख रहे हैं कि जहां यीशु मसीह जा रहा है। ഉയരത്തിലേക്ക് നോക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ, तो आसमान की ओर देखने के लिए भाग्यवान। നമുക്കറിയാം ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ പ്രാരംഭ ഗ്രൂപ്പ് ഉയരത്തിലേക്ക് നോക്കി നിന്നവരായിരുന്നു. हम जानते हैं कि पहले की इतिहास कलीसिया जो होती थी वो स्वर्ग की ओर देखने वाली कलीसिया थी। ആമേൻ. അവരുടെ കണ്ണുകൾ ഉയരത്തിലേക്കായിരുന്നു. उनकी आंखें स्वर्ग की ओर उठी रहती थी। അവരുടെ കൂടെ സ്വർഗം നടന്നിരുന്നു. उनके साथ स्वर्ग चलता था। ദൂതന്മാർ അവർക്ക് ശുശ്രൂഷകന്മാരായിരുന്നു. स्वर्गदूत उनके लिए एक अभिषेक के रूप में थे। സ്വർഗത്തിലെ സന്ദേശം അവർ കേട്ടുകൊണ്ടിരുന്നു. स्वर्ग का संदेश वो सुनते रहते थे। ആമേൻ. ആ കൂട്ടം ദൈവം നമ്മളെയും ആക്കിയതിനായി സ്തോത്രം പറയാമെന്ന് രാവിലെ. उस बड़े झुंड का सौभाग्य हमको जुड़ने के लिए मिला है। ഹല്ലേലൂയ. हालेलुया। അവൻ വായിക്കുന്നു ഗലീല പുരുഷന്മാരെ. हम पढ़ते हैं गलीली पुरुषों। നമുക്കറിയാം വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഗലീല പുരുഷന്മാരെ ഏറ്റവും ചെറിയവരായി കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. हम नए नियम में जानते हैं कि इस पीढ़ी में गलीली पुरुषों को काफी तुच्छ माना जाता था। ഗലീലയിലെ ആളുകൾ മോശക്കാരായിട്ടാണ് ആ കാലത്തെ ആളുകൾ കണ്ടിരുന്നത്. इस युग में गलीलियों को काफी तुच्छ जाना जाता था। നമുക്കറിയാം ഗലീല എന്ന് പറയുന്നത് നോർത്തേൺ പാർട്ട് ഓഫ് ഇസ്രായേൽ ആണ്. हम जानते हैं उत्तरीय एक दिशा था, एक गलीली उत्तरी दिशा में ये गलील साम्राज्य था। നമുക്കറിയാം യഹൂദ എന്ന് പറയുന്നത് സദേൺ പാർട്ടാണ്. हम जानते हैं यहूदी जो यहूदा का जो स्थान था वो दक्षिण की ओर था। താഴെ എന്ന് പറഞ്ഞാൽ ദക്ഷിണ സൈഡിൽ എന്ന് പറഞ്ഞാൽ സദേൺ പാർട്ടിലുള്ളവർ നോർത്തേൺ പാർട്ടിലുള്ളവരെ വളരെ തുച്ഛമായി കണ്ടിരുന്നു. जो दक्षिण स्थान के लोग थे वो उत्तर स्थान के लोग को बहुत ही तुच्छ जानते थे। എന്നാൽ ഗലീല എന്ന് പറയുന്നത് ഏറ്റവും മോശമായി കണ്ടിരുന്നു. तो वो लोग गलीली पुरुषों को काफी तुच्छ जानते थे। കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. उसके पीछे बहुत ही ज्यादा कारण है। ചരിത്രം വായിച്ചാൽ അതിന്റെ കാരണങ്ങൾ വ്യക്തമാകും. उसका इतिहास पढ़े तो उन सब कारणों का पोल खुल जाएगा। അത് നമുക്കറിയാം. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവരുടെ മാനസികതയെ നമുക്ക് മനസ്സിലാക്കാം. अगर हम लोग वचन पढ़ेंगे तो उनकी मानसिकता को हम देख सकते हैं। നാം വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്. हम पढ़ते हैं यूहन्ना की पुस्तक उसके 7वें अध्याय का അതിന്റെ 52-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം, ചാപ്റ്റർ 7 വേഴ്സ് 52. उसके यूहन्ना की पुस्तक 7वें अध्याय का 52वां वचन हम पढ़ते हैं। അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ അവനോട് നീയും ഗലീലക്കാരനോ, പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. उन्होंने उसे उत्तर दिया, क्या तू भी गलील का है? ढूंढ और देख कि गलील से कोई भविष्यवक्ता प्रकट नहीं होने का।
അപ്പോൾ നാം വായിക്കുന്നു ഇവിടെ യേശുവിന് വിരോധമായി സംസാരിക്കുമ്പോൾ നിക്കോദെമോസിനോട് പറയുന്ന വിഷയമാണ് നമ്മൾ വായിക്കുന്നത്. हम जानते हैं कि यीशु मसीह के विरोध में बातें चल रही हैं, तो निकोदेमुस से ये सवाल पूछा गया है। നമുക്കറിയാം ഗലീലയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഗലീലിൽ നിന്ന് ഒരു പ്രവാചകനും എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഗലീൽ ഒരു വരണ്ട ഭൂമിയായിട്ട് അവർ കണ്ടിരുന്നു. तो उनकी नजरों में गलील से कोई भविष्यवक्ता ना आने पाए, गलील से कोई भी अच्छी चीज वहां ना आने पाए। ചരിത്രം വായിക്കുമ്പോൾ ഗലീല എന്ന് പറയുന്നത് ഒരു സമ്മിശ്ര ജനസമൂഹമായിരുന്നു പാർത്തിരുന്നത്. हम जानते थे कि गलील गलील स्थान को वो लोग एक मिला हुआ झुंड समझते थे, रहते थे അവിടെ യഹൂദന്മാരുണ്ടായിരുന്നു, वहां पे यहूदी लोग रहते थे, റോമക്കാരുണ്ടായിരുന്നു, रोमी लोग रहते थे, ഗ്രീക്കുകാരുണ്ടായിരുന്നു, ग्रीक लोग रहते थे, അതുപോലെയുള്ള അന്യജാതികൾ അവർ തമ്മിൽ ഒരുമിച്ച് പാർത്ത സ്ഥലമായിരുന്നു ഗലീല എന്നുള്ളത്. अलग अलग जाति के लोग वहां मिलजुल कर रहते थे, അതുകൊണ്ട് സദേൺ പാർട്ട് അവരെ വളരെ മോശമായിട്ട് കണ്ടിരുന്നു. तो इस कारण से वो दक्षिण स्थान को बहुत ही तुच्छ जानते थे, ഗലീലയെ വളരെ മോശമായി കണ്ടിരുന്നു. वो गलील को काफी तुच्छ जानते थे, അതുകൊണ്ട് അങ്ങോട്ട് അവിടുത്തെ ആളുകളുമായിട്ട് ഇടകലർന്നവർ പാർത്തിരുന്നില്ല. तो वहां उनके साथ वो मिलकर नहीं रहते थे. ഗലീലക്കാരെ വളരെ തുച്ഛമായി കണ്ടിരുന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. वो गलील के स्थानों को बहुत ही तुच्छ जानते थे. നമുക്കറിയാം, എന്നാൽ അവിടെ നിന്ന് കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുകയാണ്. हम जानते हैं कि वहीं से यीशु मसीह अपने चेलों को बुलाता है. യേശു അവരെ വിളിക്കുന്നു, यीशु मसीह उनको बुलाता അവരെ है, കൂടെ ഇരുത്തുന്നു, उसके साथ बैठता അവരെ है, പഠിപ്പിക്കുന്നു, उनको सिखाता है, അവരെ ആത്മാവിൽ നിറയ്ക്കുന്നു. उनको आत्मा से भरता है. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ആമേൻ. അവരെ കർത്താവ് പഠിപ്പിച്ച് ആത്മാവിൽ നിറച്ച് അന്യഭാഷയൊക്കെ നമുക്കറിയാം. പെന്തക്കോസ്ത് നഗരങ്ങളിൽ വായിക്കുന്നു, ഇവരെല്ലാം ഗലീലക്കാരല്ലയോ എന്ന് വായിക്കുന്നുണ്ട്. हम जानते हैं कि यीशु मसीह उनको आत्मा भरकर पेंतकुस्त के दिन में वो आत्मा से भर गया, तो लोग कहते थे क्या ये गलीली हैं. രണ്ടാം അധ്യായത്തിന്റെ വായിക്കുന്നു, അതിന്റെ 7-ാമത്തെ വാക്യം. उसके दूसरे अध्याय का 7वां वचन हम पढ़ते हैं. प्रेरितों के कार्य എന്നാ വായിക്കുന്നു, 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവർ ഗലീലക്കാരല്ലയോ. हम देखो ये जो बोल रहे हैं क्या सब गलीली हैं. എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ വളരെ മോശമായിരുന്നു എന്ന് വായിക്കുന്നു നാം ചരിത്രത്തിൽ. हम इतिहास पढ़ते हैं कि उनकी भाषा बहुत ही बुरी थी. ശുദ്ധമായ ആരാമ്യ ഭാഷ സംസാരിപ്പാൻ അറിവില്ലാത്തവരായിരുന്നു ആര്? ഈ ഗലീലക്കാർ. गलीली लोग अपने शुद्ध भाषा से अनजान थे. എന്നാൽ ഹീബ്രു ഭാഷ അവർ അല്പം പോലും സംസാരിക്കാത്തവരായിരുന്നു. वैसे वो इब्रानी भाषा बिल्कुल ही इस्तेमाल नहीं करते थे. ഇപ്രകാരം ഭാഷാപരമായി നോക്കിയാൽ ഏറ്റവും പുറകിൽ നിന്നിരുന്നവർ, तो भाषा के रूप में देखा जाए सबसे पीछे थे गलीली लोग. എബ്രായ ഭാഷ സംസാരിക്കാത്തവരെ യഹൂദന്മാർ വളരെ തുച്ഛമായി കണ്ടിരുന്നു. इब्रानी भाषा ना बोलने वालों को यहूदी लोग तुच्छ मानते थे. ഈ രീതിയിൽ ഭാഷാപരമായി പുറകിൽ നിന്ന ആളുകളായിരുന്നു ഗലീലക്കാർ. तो इस भाषा के मामले में गलीली लोग बहुत ही पीछे थे. അതുകൊണ്ട് നമുക്കറിയാം, പിന്നെ സമുദ്ര തീരമായിരുന്നുകൊണ്ട് അധികവും അവരുടെ ജോലിയെല്ലാം മത്സ്യബന്ധനവും മറ്റുമെല്ലാമായിരുന്നു. हम जानते हैं समुद्री तट में वो रहते थे, इसलिए वो समुद्र की चीजों को ज्यादा काम वो करते थे. സമുദ്രത്തിൽ ദിനവും രാത്രിയും ചിലവഴിച്ച ആളുകൾ, समुद्र के तट में अपने दिन रात को काटते थे. എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായി മറ്റ് സാംസ്കാരികപരമായിട്ടോ മറ്റ് യാതൊരു ഗുണങ്ങളുമില്ലാതെ മോശമായി ജീവിച്ചിരുന്നവർ ലോകം അങ്ങനെ കണ്ടിരുന്നു. वो संसारिक रूप से कोई भी गुण उनमें नहीं था, कोई भी उनमें अच्छी भली चीज नहीं थी, ऐसी नजरों से लोग उन्हें देखते थे. പിന്നെ നമുക്കറിയാം, രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഗലീലയെ വളരെ ഞെരുക്കിയ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു. हम जानते हैं कि आगे आए हुए राजा लोगों ने गलील लोगों को काफी विरोध किया, काफी അസീറിയൻസ്, അശൂർ അവരെ ഒരുപാട് ഞെരുക്കി പിന്നീടുള്ള കാലഘട്ടത്തിൽ. अशूर ने आगे जाकर उनको बहुत ही तड़पाया था. ആ ദേശത്തെ അസീറിയൻസ് കീഴടക്കി എന്ന് പറഞ്ഞാൽ ദേശം അവർ പിടിച്ചടക്കി അവിടെ ഒരു മിക്സഡ് സംസ്കാരം ഉണ്ടായ സ്ഥലമായിരുന്നു ഈ ഗലീല എന്ന് പറയുന്നത്. इस गलील स्थान में आगे जाकर अशूर साम्राज्य ने आकर सबको एक मिलजुल कर वहां पे इकट्ठा कर लिया था. യോശുവയുടെ പുസ്തകം നമുക്കറിയാം, ഈ ഗലീല എന്ന് പറയുന്നത് സെബുലൂനും നഫ്താലിക്കും ആശേറിനുമെല്ലാം കൊടുത്ത സ്ഥലമായിരുന്നു ഗലീല എന്നുള്ളത്. यहोशू किताब में पढ़ते हैं जबूलून, नफ्ताली और आशेर को ये सब स्थान दिया गया था. എന്നാൽ പിന്നീടുള്ള ചരിത്രത്തിന്റെ വഴികളിൽ അവർ ഒരു സമ്മിശ്ര ഗ്രൂപ്പായി മാറി. आगे जाकर ये पूरा एक स्थान एक मिलजुल कर एक मिलावट का स्थान बन गया. പല പല രാജഭരണകാലത്ത് ഈ ഗലീലയെ അവർ വളരെ ഞെരുക്കി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചരിത്രം അവരുടെ ഉള്ളിൽ ഒരുപാട് തിന്മകൾ വരുത്തി. इतिहास में हम जानते हैं कि कई सारे राज्य साम्राज्य आए और इस स्थान को, इस गलीली स्थान को
कई बार उनको तड़पाया, विरोध किया। ചരിത്രം വായിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. ഗലീൽ എന്ന് പറയുന്നത് ഒരുപാട് രാജാക്കന്മാർ ആമേൻ വന്ന് ഭരിച്ച ഇടമാണ് ഗലീല പ്രദേശങ്ങൾ. इतिहास में पढ़ते हैं कि गलीली साम्राज्य में जितने भी राजा लोग आए थे, उनको काफी विरोध किया, उनको काफी विद्रोह किया था। ഇപ്രകാരം ആമേൻ യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ ഏറ്റവും മോശമായ ആളുകളായിരുന്നു ഗലീല ആളുകൾ. तो ऐसे यहूदियों की नजरों में गलीली पुरुष काफी तुच्छ थे। എന്നാൽ ഇവിടെ യേശു തിരഞ്ഞെടുത്തപ്പോൾ തുറന്ന സ്വർഗത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഗലീലയിലെ ആളുകളായിരുന്നു. जब यीशु मसीह ने उनको अभी चुना है, तो स्वर्ग की ओर नीचे देखने वाले गलीली पुरुष थे। വളരെ ശ്രദ്ധിച്ച് ഇന്ന് രാവിലെ സന്ദേശം ശ്രവിക്കണമേ. बड़ी ध्यान से आज के संदेश को सुनिएगा। ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുന്നവരെ വിളിച്ച് വേദനിച്ച് യോഗ്യവാന്മാരാക്കി മാറ്റുന്ന നാമം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ആ നാമം യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. बिना किसी योग्य होने के बावजूद हम तुच्छ पड़े थे, हम तुच्छ लोगों को उठाने के लिए हम जिस परमेश्वर की आराधना करते वो हमारे साथ है। ആമേൻ. ശ്രദ്ധിക്കുക. ആമേൻ. യേശു നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല ആമേൻ ആമേൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത ദൈവസന്നിധിയിലാക്കിയിരിക്കുന്നത്. परमेश्वर हमारी योग्यता को देखकर नहीं, परमेश्वर ने हमको अपने जगह में बुलाया है। ഇവിടെ ഈ വാക്യത്തിൽ ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. ഞങ്ങൾ इस बात में वापस आते हैं जल्दी से। ഗലീല പുരുഷന്മാരെ, हे गलीली पुरुषों, ഗലീല പുരുഷന്മാരെ, हे गलीली पुरुषों, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? तुम आकाश की ओर क्यों देखते हो? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, तुम्हारे बीच में जो स्वर्गारोहण किया हुआ यीशु, സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ जिस रीति से तुमने उसको ऊपर आते देखा है, അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. वो दोबारा आएगा, ऐसा उन्होंने कहा है। കണ്ടോ? അപ്പോൾ ഒരുപാട് വലിയ ആളുകൾ പാർത്തിരുന്ന കാലഘട്ടമായിരുന്നു. പറഞ്ഞാൽ പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യന്മാരും ഹെരോദ്യരും അതുപോലെയുള്ള പല സന്യാസ സമൂഹങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ बहुत ही बड़े बड़े अधिपति लोग के रहने के उस समय में, शास्त्री राजा महायाजक लोग के रहते समय में, उस युग में ആമേൻ യേശു ഇതാ ഒരു കൂട്ടം ഗലീലക്കാരെ വിളിച്ച് സ്വർഗരാജ്യത്തിന്റെ വക്താക്കളാക്കി ഒരുക്കി മാറ്റി നിർത്തിയിരിക്കുന്നു. तब इस वक्त में यीशु ने गलीली लोग को उसके राज्य के लिए इकट्ठा किया, उन लोग को योग्य बनाया। യേശു ഗലീല പുരുഷന്മാരെ ഒരുക്കി സ്വർഗരാജ്യത്തിന്റെ സാക്ഷികളാക്കി നിർത്തി. यीशु मसीह ने गलीली पुरुषों को चुना और उनको स्वर्गीय स्थानों का गवाह होने के लिए नियुक्त किया। ഗലീല എന്നതോടെ ചേർത്ത് നമ്മൾ സ്വർഗം എന്നുകൂടെ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? गलीली पुरुषों को संकेत करते हुए हम यहाँ पढ़ते हैं कि गलीली पुरुष आकाश की ओर क्यों देख रहे थे। അപ്പോൾ ഈ വാക്യം ഇങ്ങനെ വായിച്ചു നമുക്കറിയാം, നമ്മൾ നിമിത്തം നാം പാർക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. हम जानते हैं इस पद पढ़ने से हम जहाँ रहते हैं, हमारा देश है, वो अनुग्रहित होगा। ആമേൻ. ലോകർ പറഞ്ഞിരുന്നു ഗലീലക്കാർ ആമേൻ ഏതുമില്ലാത്തവർ. लोग संसार के लोग कहते थे कि गलीली लोग को किसी काम के नहीं हैं। ഗലീലയ്ക്ക് ഒരു പേരുമില്ല. കാരണം അവിടെ ഒരു ആളുകൾക്ക് യോഗ്യതയില്ലാത്തവർ പാർക്കുന്ന സ്ഥലമാണ് ഗലീല. गलीली स्थान में वहाँ किसी का कोई चीज फिक्स नहीं है, वहाँ पे सब मिलजुल कर रहते हैं। ആമേൻ. എന്നാൽ വായിക്കുന്നു, അടുത്ത വാക്യം വായിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? സ്വർഗം സ്വർഗം എന്ന വാക്ക് വീണ്ടും ഞാൻ വായിക്കുന്നു. हम यहाँ पढ़ते हैं कि तुम स्वर्ग की ओर क्यों देखते हो, स्वर्ग स्वर्ग हम यहाँ बात देखते हैं। ആമേൻ. നമുക്കറിയാം നാം നിമിത്തം നാം പാർക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. हम इस पद को पढ़ने के बाद जहाँ हम स्थान में रहते हैं वो अनुग्रहित होगा। ആമേൻ. ഗലീല പുരുഷന്മാർ ആ സ്ഥലത്തിന് തൊട്ടടുത്ത് വായിക്കുന്നു, സ്വർഗം എന്ന പദം രേഖപ്പെടുത്തിയിരിക്കുന്നു. गलीली पुरुषों के वही आगे स्वर्ग नाम का शब्द वहाँ धारण किया गया ആമേൻ. है। ശ്രദ്ധിക്കുക. ആമേൻ. നാം നിമിത്തം ദേശം അനുഗ്രഹിക്കപ്പെടും. हमारे कारण हमारा देश अनुग्रहित होगा। നാം പാർക്കുന്ന സ്ഥലം നാം നിമിത്തം അനുഗ്രഹിക്കപ്പെടും. हम जहाँ रहते हैं वो स्थान के ऊपर वो आशीष ആമേൻ. देगा। നാം ശുശ്രൂഷിക്കുന്ന മുഖാന്തരം ഗലീലക്കാർ ആമേൻ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നവരായി മാറും. हम जहाँ रहते हैं वहाँ वही साधारण लोग गलीली पुरुष स्वर्ग की ओर देखने के लिए योग्य बनेंगे। ഇന്ന് രാവിലെ ആത്മാവിൽ വാക്യം ഒരുമിച്ച് ചിന്തിക്കുമ്പോഴേ ഈ സന്ദേശത്തിന്റെ അർത്ഥം മനസ്സിലാകൂ. आज के दिन आत्मा भर कर अगर ये हम संदेश सुनेंगे तो ही समझ में आएगा। ആളുകൾ പറഞ്ഞു ആമേ ഗലീലക്കാർ മോശക്കാരാണ്. लोग कहते थे कि गलीली पुरुष तुच्छ लोग हैं, ഗലീലിൽ നിന്ന് ഒരു നന്മയും വരികയില്ല. गलील से कोई भी अच्छी चीज बाहर नहीं അവിടുന്ന് आएगी, ഒരു പ്രവാചകനും വരികയില്ല. वहां से कोई भविष्यवक्ता भी नहीं आएगा। എന്നാൽ അവിടുത്തെ ചില പുരുഷന്മാർ യേശുവിനെ അറിഞ്ഞപ്പോൾ, इसके बाद वहाँ के लोगों ने जब यीशु मसीह को जाना, യേശുവിന്റെ കൂടെ നടക്കുവാൻ തീരുമാനിച്ചപ്പോൾ, यीशु मसीह के साथ चलने का निर्णय लिया, യേശുവിന്റെ കൂടെ കഷ്ടാനുഭവങ്ങൾ വന്നപ്പോൾ പിന്മാറാതെ യേശുവിന്റെ പുറകിൽ തന്നെ നടന്ന് തുടങ്ങിയപ്പോൾ, यीशु मसीह के साथ कष्ट बिताने के बावजूद वो पीछे ना हटने के ആമേ बाद സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ അവരുടെ ഉള്ളിൽ പകരുവാൻ സ്വർഗത്തിന് പ്രസാദം തോന്നി. स्वर्ग को ऐसा लगा कि ये स्वर्ग की बातों गहराई को बातों को जानने के लिए योग्य है। ആമേ ഗലീല പുരുഷന്മാരെ, ആമേ നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നു,
പോയ യേശു വീണ്ടും മടങ്ങി വരും. हे गलीली पुरुषों, तुम जो यीशु मसीह को स्वर्ग में ऊपर आते देखते हो, दोबारा तुम्हारे बीच में आएगा। വിശുദ്ധ വേദപുസ്തകത്തിൽ ഗലീലയുടെ പേര് നമുക്കറിയാം. ഒരു കൂട്ടം ശിഷ്യന്മാർ നിമിത്തമാണ് ഈ പേര് വേദപുസ്തകത്തിൽ വന്നത്. इस गलीली पुरुषों का मतलब है एक झुंड, यीशु मसीह के चेलों का झुंड है। ആമേൻ. നാം നിമിത്തം നാം പാർക്കുന്ന ദേശത്തിന്റെ പേര് സ്വർഗ്ഗത്തിൽ എഴുതപ്പെടും. हम जहाँ रहते അറിയപ്പെടും. हैं, हम जहाँ निवास करते हैं, वो അറിയപ്പെടും. स्थान स्वर्ग में जाना जाएगा। ആമേൻ. കാര്യം മനസ്സിലാക്കണമേ, നാം നിൽക്കുന്ന ദേശത്തിലൂടെ ദൂതന്മാർ സഞ്ചരിക്കും. इस बात को ध्यान दे, जहाँ हम रहते हैं, जिस स्थान में हम रहते हैं, उसी निवास में स्वर्गदूतों का निवास होगा। ആമേൻ. നാം നിമിത്തം വലിയ സ്വർഗീയ മർമ്മങ്ങൾ നമ്മുടെ ദേശങ്ങൾ അറിയപ്പെടും. हमारे कारण हमारे देश में स्वर्ग की गहराई बातों को हम जानेंगे। രാജാക്കന്മാരുടെ രാജകൊട്ടാരത്തിൽ വെളിപ്പെടാതിരുന്ന സ്വർഗീയ ശബ്ദം, राज दरबार में सुनने वाली वो शब्द, കേൾക്കാതിരുന്ന ശബ്ദങ്ങൾ, जो ना सुने हुए शब्द जो थे, ആ പുരോഹിതന്മാരുടെ വീടുകളിൽ മുഴങ്ങാതിരുന്ന ശബ്ദം, जो पुरोहित लोग के घर में जो आवाज वहां तक नहीं पहुंची थी, ആമേൻ, ഗലീല പുരുഷന്മാർ കേൾക്കുകയാ. वो गलीली पुरुष सुन रहे हैं। ഹല്ലേലൂയ. हालेलुया। ദൈവം വലിയ ജീവൻ പോകുക നമ്മുടെ ദേശങ്ങളിൽ. वो हमारे परमेश्वर हमारे देश में बहुत बड़ी बातें करने वाला ആമേൻ. है। നമ്മുടെ ഗ്രാമങ്ങൾ ദൈവത്തെ അറിയും. हमारे गांव यीशु मसीह को जानेंगे। നമ്മുടെ പട്ടണങ്ങൾ ദൈവത്തെ അറിയും. हमारे स्थान, हमारे जहाँ हम रहते हैं, हमारे नगर यीशु मसीह को जानेंगे। ആമേൻ. നാം പാർക്കുന്ന സംസ്ഥാനങ്ങൾ ദൈവത്തെ അറിയും. हम रहने वाले सारे स्थान यीशु मसीह को जानेगा। ആമേൻ. ദൈവത്തിന്റെ മഹത്വം ദേശം ആമേൻ കേൾക്കും നിശ്ചയമായും. परमेश्वर का अनुग्रह पूरा देश जानेगा। ആമേൻ. എല്ലാ പാപത്തിന്റെ പേരുകളും മായ്ക്കപ്പെടും. सारे पाप के नाम सब मिट जाएंगे। ആമേൻ. കൊള്ളരുതാത്തവർ, ഏതുമില്ലാത്തവർ, അശുദ്ധർ, പാപികൾ എന്ന എഴുത്തെല്ലാം മാറും യേശുവിന്റെ നാമത്തിൽ. अशुद्ध है, तुच्छ है, पापी है, ये सारी बात को मिटने वाला है। വിദ്യാഭ്യാസമില്ലാത്തവർ, കൊള്ളാത്തവർ, മുക്കുവന്മാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഗലീലക്കാർ ആമേൻ ശ്രേഷ്ഠന്മാരായ പോലെ നാം നിൽക്കുന്ന ദേശം യേശു നിമിത്തം, നാം നിമിത്തം ആമേൻ ആ ദേശം പ്രസിദ്ധമാകും. अनपढ़ है, किसी काम के नहीं है, तुच्छ है, ये सब जाने जाने वाले गलील लोग को अगर स्वर्गीय बातों को परमेश्वर दिखा है, तो आज हम भी स्वर्गीय बातों को जानने के लिए अधिकार रखते हैं। ആമേൻ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഗലീല പുരുഷന്മാർ സ്വർഗത്തിലെ ശ്രേഷ്ഠന്മാരായി മാറുകയാണ്. ध्यान रखें कि गलीली पुरुष स्वर्ग की नजरों में सबसे श्रेष्ठ होने पाए। ദൂതന്മാർ അവരെ തിരഞ്ഞു വരികയാണ്. स्वर्गदूत लोग उनको ढूंढते हुए आ रहे हैं। ആമേൻ. ഒരുപാട് ആർക്കും മനസ്സിലാകാതിരുന്ന സ്വർഗീയ മർമ്മങ്ങൾ കേൾക്കുവാൻ ഗലീല പുരുഷന്മാർ ഇവിടെ ഇതാ യോഗ്യന്മാരായി മാറുകയാണ്. कोई बात को ये समझ नहीं पाया, इन गहरी बातों को समझने के लिए देखिए गलीली पुरुष योग्य बन गए। ഹല്ലേലൂയ. हालेलुया। യേശു ഗലീലക്കാരെ കരം പിടിച്ചുയർത്തിയ വിഷയം ഇന്ന് രാവിലെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ, ഇതുപോലെ ഒന്നിനും കൊള്ളാതിരുന്നവരെ, യോഗ്യരല്ല എന്ന് ലോകം വിധിച്ചിരുന്നമ്മേ, ആമേ തുറന്ന സ്വർഗ്ഗത്തിന്റെ കീഴിലായിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കിയല്ലോ. गलीली पुरुषों को जो तुच्छ थे, किसी काम के नहीं थे, इस बातों को पढ़ने के बाद आज के दिन हम विश्वास करें, हम जो साधारण मनुष्य हैं, वो स्वर्गीय बातों को जानने के लिए योग्य रखते हैं। ആമേ. നാം ഏതുമില്ലാത്തവരായിരുന്നു. हम तुच्छ थे, हमारे पास कोई खूबी नहीं थी, ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ कोई भी योग्यता नहीं थी, ഗലീല പുരുഷന്മാരെ പോലെ തന്നെ गलीली पुरुषों जैसे ही हम ആമേ थे। സ്വർഗത്തിന് കീഴിലിരിപ്പാൻ, स्वर्ग के नीचे बैठने के लिए, ദൂതന്മാരുടെ കൂടെ നടക്കുവാൻ, स्वर्गदूतों के साथ चलने के സ്വർഗീയ लिए, ഭാഷ സംസാരിക്കുവാൻ स्वर्गीय भाषा को बोलने के लिए ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കിയല്ലോ. परमेश्वर ने हमको भाग्यवान ആമേ. बनाया है। ആരാമ്യ ഭാഷ പോലും നന്നായി അറിയാത്തവരായിരുന്ന ഗലീലക്കാർ, आमीन। जो साधारण भाषा को, ആരാമ്യ ഭാഷ, आराम्य भाषा को समझने ना वाले गलीली पुरुषों को, എബ്രായ ഭാഷയുടെ സാഹിത്യം അറിയാതിരുന്ന ഗലീലക്കാർ, इब्रानी भाषा को ना समझने वाले गलीली पुरुषों को, അവരുടെ രീതി ഉണ്ടായിരുന്നു, എബ്രായ ഭാഷ അറിയാത്തവർ മോശയുടെ ന്യായപ്രമാണം വായിക്കരുത്. उनका ये कहना था कि जो इब्रानी भाषा नहीं जानते हैं, वो मूसा की व्यवस्था को ना पढ़े। ദൈവത്തിന്റെ വചനത്തെ നിരോധിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, परमेश्वर के वचन को ना मानने वाले, उसको हटाने वाले, विरोध करने वाले एक पुरुष थे ये संगठन, ഈ ഗലീലി गलीली लोग। എന്നാൽ ഗലീലക്കാർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. इसके बाद गलीली पुरुष लोग अन्य भाषा से भरकर बोलने लगे। നമുക്കറിയാം, ഞാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞു വെച്ചു വിഷയം. हम जानते हैं, इससे पहले हम ये बात कह चुके हैं। ആത്മാവിന്റെ നിറവിൽ ഭാഷകൾ സംസാരിച്ചവരുടെ കൂട്ടത്തിൽ ആദ്യ ലിസ്റ്റിൽ ഒരുപാട് ഒരു കൂട്ടം ഗലീലക്കാർ. अन्य भाषा में भरकर बोलने वाले एक झुंड में से पहले कुछ नाम होंगे गलीली पुरुषों के നമുക്കറിയാം, नाम। പറയുന്നു, ഇവർ ഗലീലക്കാരല്ലയോ? हम ऐसे बोल सकते हैं कि क्या ये गलीली नहीं है? ലോകത്തിലെ സകല യഹൂദന്മാരും വന്നുകൂടിയ പെന്തക്കോസ്ത് ദിനത്തിൽ ലോകക്കാർ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സകല ഇടങ്ങളിൽ നിന്നും വന്ന ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ
സ്വർഗീയ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാനായി സ്വർഗം അവർക്ക് വലിയ ആമേൻ അന്യഭാഷ നൽകി. दुनिया से है, दुनिया के छोर से लेकर कई सारे यहूदी लोग जब पंतकुस्त के दिन में जुड़े थे तो संसार के लोग ये कहते थे कि उनके उनके बीच में ऐसी भाषा उतर आई जो उनको कुछ समझ में नहीं आया था। ആമേൻ. നമുക്കറിയാം യെരൂശലേമിലെ ഏറ്റവും വലിയ പ്രസംഗത്തിൽ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ പ്രസംഗിച്ച പ്രാസംഗികന്മാർ ഗലീലക്കാർ. हम जानते हैं पेंतकुस्त के दिन में जो बड़े बड़े अभिषिक्त लोग आए थे वो गलीली लोग पुरुषों में से एक थे। മഹാപുരോഹിതന്മാരുള്ള മണ്ണിൽ ഇതാ ഗലീലക്കാർ പ്രാസംഗികന്മാരെ മാറുന്നു. महापुरोहितों के बीच में उनके गलीली पुरुष लोग का एक उत्पन्न हुआ। യെരൂശലേമിലെ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരുള്ള ഇടത്ത് ഇവിടെ ഗലീലക്കാർ പ്രസംഗിക്കുന്നു സ്വർഗീയ മർമ്മങ്ങളെ. यरूशलेम के बड़े बड़े राजाओं के बीच में एक गलीली पुरुषों का एक उत्पन्न हुआ है। ആമേൻ. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. आमीन। यीशु मसीह हमारी इस परिस्थिति को बदलेगा। ആമേൻ. ആമേൻ. കർത്താവ് നൽകിയ ഉയർച്ചകളല്ലാതെ സ്വന്തമായി നമുക്ക് ഒരു യോഗ്യതകളും ഇല്ലായിരുന്നു. परमेश्वर ने दिए हुए योग्यता को छोड़कर हमारे अंदर कोई भी योग्यता नहीं ഈ थी। സന്ദേശം കേൾക്കുന്ന മധ്യേ നമ്മുടെ ഹൃദയം ആമേൻ നന്ദിയാൽ നിറയപ്പെടട്ടെ. इस संदेश को सुनने के बाद हमारा हृदय पूरा भरने पाए, കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറയട്ടെ. हमारी आंखें आंसू से भरने पाए। ആമേൻ. കർത്താവിനോട് പറയാൻ, കർത്താവേ നീ എന്നെ യോഗ്യനാക്കിയതിനായി സ്തോത്രം. परमेश्वर से कहे, परमेश्वर मुझे योग्य बनाने के लिए ആമേൻ. धन्यवाद। ദൈവത്തോട് സംസാരിപ്പാനായി ഭാഗ്യം ലഭിച്ചവർ, परमेश्वर से बातें करने के लिए हम जो सौभाग्यवान സ്വർഗീയ हैं, മർമ്മങ്ങളെ ഗ്രഹിപ്പാനായി അധികാരം പ്രാപിച്ചവർ, स्वर्गीय गहरी बातों को जानने वाले हम सौभाग्यवान। പരിശുദ്ധാത്മാവിന് നിറവിനെ അനുഭവിപ്പാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവർ, पवित्र आत्मा की उपस्थिति को जानने वाले हम नियुक्ति लोग, ആമേൻ. സ്വർഗീയ ഭാഷ സംസാരിപ്പാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, स्वर्गीय भाषा को बोलने के लिए हम नियुक्त किए हुए लोग, ആമേൻ. കർത്താവിന്റെ ധീര സാക്ഷികളാകുവാൻ വേണ്ടി കർത്താവിന്റെ നാമത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം. परमेश्वर के लिए गवाह होने के लिए, परमेश्वर के लिए चुने हुए हम एक झुंड हैं। ഹല്ലേലൂയ. हालेलुया। പറയുന്നു, ആമേൻ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? कहते हैं, हे गलीली पुरुषों, तुम स्वर्ग की ओर क्यों देख रहे हो? ആമേൻ. ഭൂമിയിലേക്ക് മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആമേൻ, മുക്കുവന്മാരും സാധാരണക്കാരും കൃഷിക്കാരും, മറ്റൊരു വിഷയമാണ്, കൃഷിക്കാരായിരുന്നു. ഫലഭൂയിഷ്ടമായ സ്ഥലമായിരുന്നു. അത് നിമിത്തം ആമേ കൃഷി ചെയ്ത് മണ്ണിലേക്ക് നോക്കി നിന്നപ്പോൾ ആമ ഉയരത്തിലേക്ക് വിണ്ണിലേക്ക് നോക്കി എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ യേശു കടന്നു പോകുന്നു സ്വർഗത്തിലേക്ക്. हम जानते हैं कि ये गलीली पुरुषों की अगर हम आगे पढ़ें तो ये एक किसान थे, ये एक अनपढ़ थे। ये किसान का काम करते थे, तो ये मिट्टी को देखने की बजाय ये आज स्वर्ग की ओर आंखें उठाकर देख रहे हैं। ഹല്ലേലൂയ. हालेलुया। യേശു ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. यीशु मसीह जीवन को बदलने वाला है। ആമ യോഗ്യതകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ കഴിവുള്ള കർത്താവ്, योग्यता से हमको भरने वाला एक सामर्थी परमेश्वर, തന്റെ പരിജ്ഞാനം കൊണ്ട് നമ്മെ നിറച്ച കർത്താവ്, अपने बहुत ही बड़े सामर्थ्य ज्ञान से भरने वाला एक परमेश्वर। ഹല്ലേലൂയ. हालेलुया। ആമേ തുറന്ന സ്വർഗത്തിന് കീഴിൽ ഒരു കൂട്ടം ഗലീല പുരുഷന്മാർ, स्वर्ग खुला हुआ एक झुंड के नीचे एक गलीली पुरुषों का एक झुंड। ആ ചിത്രം ഇന്ന് രാവിലെ ഒന്ന് ആത്മാവിൽ ഒന്ന് കണ്ടു നോക്കിക്കേ. उस चित्र को आत्मा में एक बात को ध्यान देंगे। ആമേൻ. യേശു ഉയരത്തിലേക്ക് കടന്നു പോകുന്നു. यीशु मसीह स्वर्ग की ओर उठा लिया जाता ആമേ. है। സ്വർഗം തുറന്നിരിക്കുന്നു. स्वर्ग खुला हुआ है। ആമേ. മുഴു ലോകവും ആകാംക്ഷയോടെ സകല സൃഷ്ടികളും ആ യേശുവിനെ നോക്കി നിന്നിരുന്ന ആ പ്രത്യേക നിമിഷങ്ങൾ. सारी सृष्टि मिलकर यीशु मसीह को स्वर्ग की ओर जाते हुए देख रही है। ആമേ. തുറന്ന സ്വർഗത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു കൂട്ടം ഗലീല പുരുഷന്മാർ, इसके बीच खुला हुआ स्वर्ग के नीचे एक गलीली पुरुषों का झुंड। അവരുടെ കണ്ണുകൾ ആകാശത്തിലേക്ക് നോക്കുന്നു. അവരുടെ ശ്രദ്ധ, അവരുടെ ശരീരം ആകാശത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അവർ വളരെ ധ്യാനത്തോടെ നോക്കി നിൽക്കുകയാണ്. उनकी आंखें स्वर्ग की ओर उठी हुई हैं, उनका पूरा शरीर का केंद्रित उनका स्वर्ग की ओर है। ആമേൻ. പെട്ടെന്ന് ആമേ സ്വർഗീയ ജീവികൾ, ദൂതന്മാർ വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. उसके बीच में स्वर्ग के स्वर्गदूत मिलकर उनके बीच में उपस्थित होते हैं। സ്വർഗീയ മർമ്മങ്ങൾ, നിങ്ങൾ ഈ കണ്ട യേശു വീണ്ടും വരുമെന്ന് കേൾക്കുവാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചവർ, स्वर्ग की गहरी बातों को ये कि जिस तरीके से उनको ऊपर जाते देखा है वापस आएगा। നമുക്കറിയാം രാജാവിന്റെ ദർബാറിൽ രാജാവിന് ഒത്ത ബുദ്ധിമാന്മാരും മന്ത്രിമാരുമായിരിക്കും ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുക. हम जानते हैं कि हम देखें तो राजा के दरबार में रहने वाले सारे महायाजक उस झुंड में होने पाएंगे। ആമേ. നമുക്കറിയാം മഹാപുരോഹിതന്റെ കൂടെ ഒരു കൂട്ടം പുരോഹിതന്മാരുണ്ടായിരിക്കും ആ ഗ്രൂപ്പിൽ. हम जानते हैं कि महापुरोहितों के बीच में वो एक झुंड में वो लोग होंगे। ആമേ. ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരായിരിക്കും. അവിടെ ബുദ്ധിഹീനർക്ക് ഒരു സ്ഥാനവുമില്ല. बुद्धिमानों के बीच में बुद्धिहीनों का वहां पे कोई स्थान नहीं है। ആമേ. വലിയ വലിയ ആമേ കാര്യങ്ങൾ, മിസ്റ്ററീസ് പറയുന്ന ഇടങ്ങളിൽ ബുദ്ധിമാന്മാർ മാത്രമായിരിക്കും അവിടെ ഇരിക്കുന്നത്. जहाँ गहरी गहरी बातें होती है वहां पे बुद्धिमानों की जगह है। അപ്പോൾ ആമേൻ കാര്യത്തിനൊത്ത
ആമേ യോഗ്യതയുള്ളവരെ ആയിരിക്കും ആ ഗ്രൂപ്പുകളിലേക്ക് വിളിക്കുന്നത്. तो जो योग्य है उन्हीं को उस झुंड के बीच में रहने का अधिकार है। ആമേൻ ഇവിടെ ആമേൻ ലോകത്തിൽ ആമേൻ മനുഷ്യന്റെ ചരിത്രത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ആമേൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഭവം നടക്കുകയാണ്. वहां पे स्वर्ग धरती पर हम देखते हैं इतिहास का सबसे बड़ा एक इतिहास यहाँ रचने वाला है। ആമേൻ എന്ന് പറഞ്ഞാൽ കർത്താവ് തന്റെ ശുശ്രൂഷ നിവർത്തിച്ച് മടങ്ങിപ്പോകുന്ന ശ്രേഷ്ഠമായ നിമിഷം. तो यीशु मसीह अपने सेवकाई को खत्म करके स्वर्ग की ओर जाने वाला एक पल। ആമേൻ അവിടെ ഒരുപാട് ആത്മിക മർമ്മങ്ങൾ വരുന്ന നാളുകളിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പറയുവാൻ വേണ്ടി കേൾക്കുവാൻ തക്കവണ്ണം ബുദ്ധിമാന്മാരെ അവർ ആവശ്യമുണ്ട്. तो वहां पे स्वर्ग की आने वाली बातों को, आने वाली पीढ़ी में क्या बातें होने वाली, ये बातों को जानने के लिए बुद्धिमानों की जगह ആമേൻ യേശുവിന്റെ അസാന്നിധ്യത്തിൽ ആമേ കർത്താവ് ചെയ്ത ആ വലിയ കാര്യങ്ങളെ തുടർമാനമായിട്ട് ചെയ്തു പോകുവാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളുടെ ആവശ്യമാണ് ആ ഒലിവ് മലയിൽ ഉണ്ടായിരുന്നത്. उस जैतून पहाड़ पर बुद्धिमानों की जगह थी जो बातों को अच्छे समझ पाए, यीशु मसीह की बातें गहराई को समझ पाए। ദൈവപുത്രന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ആ കാര്യങ്ങൾ തുടർമാനമായിട്ട് ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു കൂട്ടം ആളുകൾ ആവശ്യമുള്ള സ്ഥലമായിരുന്നു ആ ഒലിവ് മല എന്നുള്ളത്. परमेश्वर की सेवकाई की गहराइयों को जानने वाले, परमेश्वर के वचन की गहराई से जानने वालों की आवश्यकता थी उस जैतून पहाड़ पर। ആമേൻ സ്വർഗത്തിന്റെ കാര്യം ചെയ്യുവാൻ തക്കോണം പ്രാപ്തി, ആമേൻ സ്വർഗീയ ശുശ്രൂഷയ്ക്ക് പ്രാപ്തിയുള്ള ഒരു കൂട്ടം ആളുകളെ ആയിരുന്നു സ്വർഗത്തിന് അവിടെ ആവശ്യം. स्वर्ग की बातों को समझने वाले, स्वर्ग के कार्यों को करने वाले, समझने वालों की जरूरत थी वहां पे उस जैतून पहाड़ पर। സ്വർഗത്തിന്റെ ഭാഷ അറിയാവുന്നവരായിരിക്കും അവിടെ ഉണ്ടായിരിക്കേണ്ടത്. स्वर्ग की भाषा को समझने वाले वहां वहां आवश्यकता थी उनकी। സ്വർഗത്തിന്റെ രീതിയും കാര്യങ്ങളും അറിയാവുന്നവരായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. स्वर्ग की रीतियों को समझने वाले के लोगों के एक झुंड वहां पे होना चाहिए था। ആമേൻ സ്വർഗത്തിന് പരിചയമുള്ളവരായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. स्वर्ग को जानने, स्वर्ग उनको जानने वाला, परिचय होने वाला एक झुंड होना चाहिए था वहां पे। ആമേൻ ഈ പ്രത്യേക സമയത്ത് ഇതാ ഒരു കൂട്ടം ഗലീലക്കാർ ഒലിവുമലയിൽ നിന്ന് കർത്താവിന്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്ന ശ്രേഷ്ഠമായ നിമിഷമാണ് നാം ഈ വായിച്ച 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. उस पल में हम देखते हैं बुद्धिमानों के बजाय एक गलीली पुरुषों का एक झुंड उस परमेश्वर के वचन को ग्रहण कर रहा है। യോഗ്യതയില്ലാത്തവരെ യോഗ്യരാക്കിയ കർത്താവ്, योग्यता जिनमें नहीं थी उनको योग्यता से भरने वाला ആമേൻ परमेश्वर। ആജ്ഞാകാരി എന്ന് പറഞ്ഞാൽ ആജ്ഞ അനുസരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ആമേ തിരഞ്ഞെടുത്ത് യേശുവിന് പകരക്കാരായി നിർത്തിയ ഒലിവുമല. आज्ञा मानने वाले पुरुषों को एक झुंड बनाकर यीशु मसीह ने नियुक्त किया हुआ स्थान है जैतून का पहाड़। ഹല്ലേലൂയ. हालेलुया। ആമേ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു കൂട്ടം ഗലീല പുരുഷന്മാർ, खुले हुए स्वर्ग के नीचे बैठने वाले गलीलियों का एक झुंड। ആമേ ഭാവിയെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ കേൾപ്പാൻ വേണ്ടി ഭാഗ്യം ലഭിച്ച ഒരു കൂട്ടം ഗലീല പുരുഷന്മാർ, आने वाले भविष्य की बातों को समझने के लिए, सुनने के लिए सौभाग्य पाए हुए गलीली पुरुष। ആമേൻ ഈ യേശു സ്വർഗത്തിൽ എന്നേക്കും ആമേൻ വസിപ്പാൻ വേണ്ടിയല്ല, പിന്നെ അവൻ തിരിച്ചു വരുമെന്നുള്ള ആ വലിയ സ്വർഗീയ പദ്ധതിയെ കേൾക്കുവാൻ, ദൈവത്തിന്റെ ആമേൻ സ്വർഗീയ മർമ്മങ്ങളെ കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ഗലീല പുരുഷന്മാർ. गलीली पुरुषों को ये सौभाग्य मिला कि यीशु मसीह दोबारा आएगा, वहां टिकेगा नहीं। इस गहरी बातों को समझने के लिए उनको सौभाग्य मिला। കാരണം ഈ സന്ദേശം നിങ്ങൾ പുറപ്പെട്ടു പോയി സകല രാജ്യത്തെയും സകല ലോകത്തെയും അറിയിക്കണമെന്നുള്ള ദൈവിക പദ്ധതിയെ കേൾപ്പാൻ വേണ്ടി ഭാഗ്യം ലഭിച്ച ഗലീല പുരുഷന്മാർ. इसका सुनने का यही कारण है कि इन बातों को तुम पृथ्वी के छोर तक फैलाओ कि यीशु मसीह फिर से आएगा। ആമേൻ ഗലീല പുരുഷന്മാർ. हमें गलीली पुरुष। ലോകർ മാറ്റി നിർത്തിയപ്പോൾ സ്വർഗം പിടിച്ച് മുമ്പിൽ നിർത്തിയ ഒരു കൂട്ടം ആളുകൾ, जब दुनिया संसार ने उनको किनारे कर दिया था तो स्वर्ग ने उनको आगे खड़ा किया है। ആമേ തുറന്ന സ്വർഗത്തിന് കീഴിലിരിപ്പാൻ ഭാഗ്യം ലഭിച്ച ഗലീല പുരുഷന്മാർ. खुले हुए स्वर्ग के नीचे बैठने का सौभाग्य पाए हुए गलीली पुरुष। 4000 5000 8000 പുരുഷാരം എല്ലാം ഉണ്ടായിരുന്നിട്ടും അനേകർ പിന്മാറി തിരിഞ്ഞുപോയി. എന്നാൽ ആമേ കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷവും ആമേ മരിക്കേണ്ടി വന്നാലും ഈ നാമത്തിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് തീരുമാനമെടുത്ത ഒരു കൂട്ടം ഗലീല പുരുഷന്മാർ. 3000 5000 7000 जितनी बहुत ही बड़ी भीड़ थी, यीशु मसीह की क्रूसारोपण के बाद अपनी जान भी देना पड़े, इन बातों को समझकर जो चेले आगे बढ़े थे उनको ये सौभाग्य मिला है। റോമാ ഭരണകൂടവും യഹൂദ മതവും ഒരുമിച്ച് വിരോധമായി നിന്ന് ആമേ വെല്ലുവിളിക്കുന്ന കാലഘട്ടത്തിൽ സ്വർഗത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു കൂട്ടം ഗലീല പുരുഷന്മാർ. रोमी साम्राज्य का उस समय चलन होता था, तो उनके विरोध के यहूदी धर्म का उस समय चलन होता था, तो उस विरोध के बीच में जैतून पहाड़ के ऊपर गलीली पुरुषों के झुंड हम देख सकते हैं। ഹല്ലേലൂയ. हालेलुया। ആമേ ദൈവം തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ആളുകൾ ആമേൻ ആ പർവ്വതത്തിൽ ആ മലയിൽ നിന്ന് കർത്താവിനെ യാത്ര അയക്കുന്ന അത്ഭുത ചിത്രമാണ്
നാം വായിച്ച 1-ാം വാക്യം. यीशु मसीह नियुक्त किया हुआ लोगों को एक झुंड हम वहां उस पहाड़ पर देख सकते हैं। ലോകം പറയുന്നു, ഗലീല പുരുഷന്മാരെ നിങ്ങൾക്ക് യോഗ്യതയില്ല. संसार ये कहता था कि ये गलीली पुरुषों तुमको योग्यता नहीं है। ആമേ, ഗലീല പുരുഷന്മാരെ നിങ്ങൾ മുക്കുവന്മാർ. ए गलीली पुरुष तुम लोग तुच्छ हो, മുക്കുവന്മാർ മച്ചിലി പകർന്നവർ. मछली पकड़ने वाले। ആമേ, ഗലീല പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനും എഴുന്നേൽക്കുകയില്ല. हे गलीली पुरुषों तुम्हारे बीच में से कोई भविष्यवक्ता नहीं उठेगा। ആമേ, നിങ്ങൾ ഒരു കാലത്തും നല്ല ഭാഷ സംസാരിക്കുകയില്ല. तुम किसी भी समय में अच्छी भाषा नहीं समझ ആമേ, पाओगे। നിങ്ങളുടെ അടുത്ത് ഒരു നല്ല സംസ്കാരമില്ല, तो സംസ്കൃതി. तुम्हारे अंदर अच्छी संस्कृति नहीं है। ആമേ, നിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവർ. तुम्हारे अंदर बुद्धि की बात है, ज्ञान की बात, तुम अनपढ़ हो। ആമേ, ഇതുപോലെ ഒരുപാട് അയോഗ്യതകൾ പറഞ്ഞ് ലോകം മാറ്റി നിർത്തിയപ്പോൾ ആമേൻ, സ്വർഗത്തിന്റെ കൂടെ നിന്ന് കാണുവാനും കേൾക്കുവാനും സംസാരിപ്പാനും ഭാഗ്യമുണ്ടായ ഗലീല പുരുഷന്മാർ. इन सब बातों को सुनने के बाद जो संसार ने उनको अलग कर दिया था, तो स्वर्ग ने उनको चुनकर आगे खड़ा किया और खुले स्वर्ग के नीचे बैठने का सौभाग्य परमेश्वर ने उन गलीली पुरुषों को दिया। യേശു കഴിഞ്ഞ 3.5 വർഷം ഒരുപാട് ആളുകളുമായി സംസാരിച്ചു. यीशु मसीह ने पिछले 3.5 सालों में कई सारे लोगों से बातें किया। ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിന്റെ സംസാരം കേട്ടു. लाखों लोगों ने यीशु मसीह की आवाज को सुना। യേശുവിന്റെ സൗഖ്യം പ്രാപിച്ച ആയിരക്കണക്കിന് ആളുകൾ. यीशु मसीह के हाथों से चंगे हुए लाखों लोग थे, हजार लोग थे। ആമേൻ. എന്നാൽ നാം വായിക്കുന്നു, ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിപ്പാനും ആമേൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഉയരത്തിലേക്ക് പോയപ്പോൾ ആദ്യമായി സ്വർഗീയ ശബ്ദം കേൾപ്പാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചവർ ആരായിരുന്നു? ഗലീല പുരുഷന്മാർ. हम जानते हैं इस सब के बावजूद जब यीशु मसीह का जो गवाह होने का एक बहुत ही बड़ा संदेश उनको मिला गया, तो उस खुले स्वर्ग के नीचे एक गलीली पुरुषों का एक झुंड था। അവൻ കടന്നുപോയി എന്ന് ലോകം മുഴുവൻ പറയാനിരിക്കെ ഇല്ല, അവൻ വീണ്ടും മടങ്ങി വരുമെന്നുള്ള ആമേന വലിയ സ്വർഗീയ മർമ്മം കേൾപ്പാൻ ഭാഗ്യം ലഭിച്ചവർ ഗലീല പുരുഷന്മാർ. जब संसार ये कह रही थी वो मर गया है, वो दोबारा आएगा नहीं, वो उठ गया है, दोबारा आने वाला है नहीं, उसके बीच में वापस आने का एक उदाहरण, एक वचन सुनाने वाले गलीली पुरुषों को एक अधिकार मिला है। യേശു മടങ്ങി വരുമെന്ന് കേൾപ്പാൻ ഭാഗ്യം ലഭിച്ച ഗലീല പുരുഷന്മാർ. यीशु मसीह दोबारा आने वाला है, ऐसी वचन को सुनने का सौभाग्य मिला है गलीली पुरुषों को। ആമേൻ. ക്രിസ്തീയ ആമേൻ ദൈവശാസ്ത്രത്തിന്റെ പ്രധാന വിഷയമായ യേശുവിന്റെ മടങ്ങി വരവെന്ന വലിയ ആത്മീയ സത്യത്തെ കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ഗലീല പുരുഷന്മാർ. क्रिस्तीय इतिहास का सबसे बड़ा एक वाचा था ये कि यीशु मसीह दोबारा आने वाला है। इस बड़ी वाचा को सुनने के लिए गलीली पुरुष भाग्यवान हैं। ദൈവസഭയുടെ ഭാവി പ്രത്യാശയെ കുറിച്ച് കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ഗലീല പുരുഷന്മാർ. परमेश्वर की कलीसिया का भविष्य जानने के लिए जो बातों को वचन को सुना है, उस बातों को सुनने का अधिकार रखने के लिए गलीली पुरुषों को परमेश्वर ने योग्य बनाया। തീർന്നു, കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ വേണ്ടി ലോകം ആമേൻ ശ്രമിച്ചിടത്ത് അല്ല, ഇതൊരു തുടക്കമാ. ഹല്ലേലൂയ. ഇനിയും എന്റെ കർത്താവ് മടങ്ങി വരും. ആമേൻ. ദൈവസഭയ്ക്ക് ഒരു ഭാവിയുണ്ട്, എനിക്കൊരു ഭാവിയുണ്ട്. ആമേൻ. ദൈവത്തിന്റെ രാജ്യം ആമേൻ വീണ്ടും തുടർമാനമായിട്ട് ഈ കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു എന്ന് കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ഗലീല പുരുഷന്മാർ. तो संसार ये कह रही थी बस खत्म हो गया, आगे कुछ नहीं है, यहाँ पे फुल स्टॉप हो गया, यहाँ पे आगे कुछ नहीं होने वाला है। नहीं, ऐसा नहीं है, अभी तो शुरुआत हुई है। अभी यीशु मसीह दोबारा आने वाला है, अपनी कलीसिया को अपने साथ स्वर्ग में उठाने वाला है। പലതും കഴിഞ്ഞു എന്ന് വിധി എഴുതുകൊണ്ടാണ് ലോകം നിരാശയാൽ തകർന്നു പോകുന്നത്. जब दुनिया ये कह रही थी कि आगे कुछ नहीं होने वाला, सब खत्म हो गया है, तो निराशा से गुजर रहे थे कुछ लोग। മുമ്പിൽ വഴി അടഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്താണ് പിശാച് തന്റെ കാര്യങ്ങൾ ഒരുക്കുന്നത്. आगे कुछ नहीं है ये सोचने के बाद उस परिस्थिति में शैतान अपना कार्य करता है। ഒന്നുമില്ല, തീർന്നു എന്നുള്ള സന്ദേശം കേൾക്കുമ്പോഴാണ് ആളുകൾ നിരാശയോടെ വിലപിക്കുന്നത്. आगे कुछ नहीं है, खत्म हो गया है, इस बातों को सुनने के बाद लोगों के अंदर एक भय आ जाता है। എന്നാൽ ഇനിയും ഒരു കാര്യമുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ വീണ്ടും മുമ്പോട്ട് കുതിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. तो आगे एक और जीवन है, इस बात को सुनने के बाद हमारे अंदर एक और एक प्रेरणा आ जाती है। നമുക്കറിയാം, ഒരു മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ കാര്യങ്ങൾ സീരിയസ് ആണെന്നുള്ള വിഷയം കേൾക്കുമ്പോൾ വലിയ നിരാശ ജീവിതത്തിൽ അനുഭവിക്കും. अगर कोई मेडिकल रिपोर्ट आया है कि आगे बहुत ही सीरियस कंडीशन है, तो इस बात को सुनने का हमारे अंदर एक डर आ जाता है। നമ്മുടെ പഠന റിപ്പോർട്ടുകൾ റിസൾട്ട് വരുമ്പോൾ തോറ്റു എന്നുള്ള വിഷയം കേൾക്കുമ്പോൾ വലിയ നിരാശ വന്ന് അവനെ പിടിക്കും. हमारे जब रिजल्ट आता है, कोई रिजल्ट आता है, तो अगर खत्म हो गए हैं, वहीं रुक गए हैं, तो हमारे अंदर एक निराशा आ जाती है। നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മുമ്പിൽ വഴി അടഞ്ഞു, ഇനി മുമ്പോട്ട് വഴിയില്ല, ക്ലോസ്ഡ് കാണുമ്പോൾ നമ്മൾ ടെൻഷൻ ആവും.
जब हम किसी रास्ते से जा रहे होंगे चला के गाड़ी, तो आगे कुछ नहीं है, खत्म हो गया है, तो हमारे अंदर एक निराशा आ जाती है कि हम कहाँ जाएं। അത് അവരെ മടങ്ങി തിരിച്ചു പോകുവാൻ പ്രേരിപ്പിക്കും. तो वो उनको दोबारा वापस आने का प्रेरणा देता है, അല്ലെങ്കിൽ ആ പഠനം ഉപേക്ഷിക്കാൻ തീരുമാനിക്കും. या फिर उस रास्ते को छोड़ने का एक प्रेरणा आता ഈ है। വിഷയം കേൾക്കുമ്പോൾ ഒരു പക്ഷെ മുമ്പിൽ അടഞ്ഞ വഴികൾ ഒരുപാട് പേർ ജീവിതം പോലും അവസാനിപ്പിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. हम जानते हैं कि ऐसे समयों में कई सारे लोगों ने अपनी जान भी दे चुकी है। ആമേ, കാരണം വഴികൾ അടഞ്ഞു. इसका कारण यही है कि रास्ता रुक गया है, मार्ग रुक गया, ആ मार्ग खत्म हो गया है, മുമ്പിൽ ആമേൻ ഒന്നുമില്ലാത്ത അനുഭവങ്ങൾ, आगे कुछ नहीं है ऐसा अनुभव, എല്ലാം തീർന്നു എന്നുള്ള റിസൾട്ടാണ് മുമ്പിൽ നിന്ന് വരുന്നത്. आगे कुछ नहीं है, सब खत्म हो गया है। നമുക്ക് ചോദിക്കാം, ഗലീല പുരുഷന്മാരെ, हम पूछ सकते हैं गलीली पुरुषों, ഹേ ഗലീല പുരുഷന്മാരെ, എല്ലാവരും ഇന്ന് നാം ഒരുപക്ഷെ ഗലീല പുരുഷന്മാർ നമ്മുടെ മധ്യേ, അവർ ഇന്ന് നമ്മുടെ മധ്യ ഉണ്ടായിരുന്നവർ പറയും, ഞങ്ങളും ഒരുപക്ഷെ വിചാരിച്ചു മുമ്പിൽ ഇനി വലിയ വഴികളൊന്നുമില്ല, ഞെരുക്കമാണ്. പക്ഷേ യേശു പറയുന്നു, ഞാൻ വീണ്ടും മടങ്ങി വരും. हम जानते हैं अगर गलीली पुरुष आज हमारे बीच में होते तो वो लोग कहते कि हमने भी सोचा था कि आगे कुछ नहीं है, सब खत्म हो गया है, पर यीशु मसीह कहता है नहीं, मैं दोबारा आऊंगा। ദൂതന്മാർ പറയുന്നു, അവർ മടങ്ങി വരും. सरदूत कहते हैं कि वो फिर से आएगा। യേശുവിനൊരു വീണ്ടും മടങ്ങി വരവുണ്ട്. यीशु मसीह का दोबारा एक आगमन होने वाला है। ഈ മുകളിലേക്കുള്ള യാത്രയും മേഘം വന്ന് യേശുവിന്റെ മേൽ മൂടിയതൊന്നും ഒരു അവസാനമല്ല. यीशु मसीह स्वर्ग की ओर उठा जाता है और स्वर्ग बादल उन्हें बंद कर लेते हैं, ये एक खत्म होने वाली चीज नहीं है। ശ്രദ്ധിച്ച് കേൾക്കണം രാവിലെ പരിശുദ്ധാത്മാവിന്റെ ചിന്തകൾ. ध्यान सुनिएगा ये पवित्र आत्मा की बातों ഈ को। മുകളിലേക്കുള്ള ഈ നോട്ടം നമ്മുടെ അവസാന നോട്ടവും നാളെ നമ്മൾ താഴോട്ട് നോക്കുന്നവരുമല്ല. ഗലീല പുരുഷന്മാരുടെ സാക്ഷ്യമാണ്. गलीली पुरुषों का ये एक गवाही है कि वो ऊपर जाते हुए देखकर वहां पे खत्म होने वाली चीज नहीं है वहां पे। നാളെ മുതൽ ഞങ്ങൾ താഴേക്ക് നോക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നവരോട് പറയുന്നു, അല്ല, നിങ്ങൾ യേശു പോയതുപോലെ അവൻ വീണ്ടും മടങ്ങി വരുന്നത് നിങ്ങൾ കാണും. कल को आगे जाकर धरती पर जमीन में देखने वाले लोग को गलीली पुरुष कहते हैं नहीं, स्वर्ग की ओर देखो, वो दोबारा आने वाला है। ആമേ, നമ്മൾ കാണുന്ന പോലെ, ഇപ്പോൾ കണ്ടതുപോലെ നമ്മൾ വീണ്ടും കാണും. हमें जिस तरह हमने अभी देखा है तो वो दोबारा हम देखने के लिए तैयार हैं। വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്ന വലിയ ആത്മീയ ഉറപ്പും സന്തോഷം ഇതാണ്: നമ്മുടെ ജീവിതം ഒരുപാട് 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 ആനന്ദമുള്ളതാണ്. परमेश्वर का वचन हमको ये कहता है कि हमारा जीवन बहुत ही ज्यादा आनंद से भरा है। ആമേൻ. തീരുന്നതല്ല. वो खत्म होने वाला नहीं है। ചോദിക്കാൻ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ തരുന്ന സന്ദേശം എന്താണ്? अपने गलीली पुरुषों से पूछ सकते हैं कि हे गलीली पुरुषों, तुम्हारा संदेश क्या है? അവർ പറയും, ആമേൻ, നമ്മുടെ ഭാവി അനുഗ്രഹീതമാണ്. वो कहेंगे कि हमारा भविष्य बहुत ही अनुग्रहित है। യേശു വീണ്ടും വരും. यीशु मसीह दोबारा आने वाला है। ഞങ്ങൾ പോയതായി ഞങ്ങൾ കണ്ടു. സന്ദേശം ഇതാണ്, വീണ്ടും മടങ്ങി വരും. हमने उसको ऊपर जाते हुए देखा, संदेश ये है कि वो दोबारा आएगा। അവൻ വന്ന് നമ്മെ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകും. वो हमें यहाँ से उठाकर स्वर्ग में वापस ले എന്ന് जाएगा। പറഞ്ഞാൽ, ആമേൻ, മുകളിലേക്ക് നോക്കി നിന്നവർ അവിടെ വെച്ച് യാത്ര അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുകയല്ലായിരുന്നു. പിന്നെയോ, ഹല്ലേലൂയ, ആ സന്ദേശം കണ്ടോ, അവൻ വീണ്ടും മടങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാവി പ്രത്യാശയുണ്ടെന്ന് ലോകത്തോട് വിളിച്ചറിയിച്ചവരായിരുന്നു ഗലീല പുരുഷന്മാർ. अगर ऊपर जाने का अगर स्वर्ग यीशु मसीह स्वर्ग में उठा लिया गया है, वापस आने वाला है, इसका मतलब ये हमारे पास एक भविष्य है। इस बातों को जानने के लिए अधिकार रखने वाले गलीली पुरुष, ആമേൻ, ദൈവസഭയുടെ ഭാവിയെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ ആമേൻ സ്വന്തം ചെവിയിൽ കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ഗലീല പുരുഷന്മാർ, परमेश्वर कलीसिया का भविष्य समझने के लिए, आने वाली बातों को समझने के लिए, सुनने के लिए एक सौभाग्य मिला हुआ गलीली पुरुषों का एक झुंड। ചോദിക്കാം അവരോട്, നിങ്ങൾ പടകും വലയുമെല്ലാം വലിച്ചെറിഞ്ഞത് നഷ്ടമായോ ലാഭമായിരുന്നോ? हमसे पूछ सकते हैं कि अपने जो दिनचर्या का जो कार्य का तुम्हारा जो सामान था उसको छोड़कर तुमको लाभ मिला कि तुम्हारा कोई लॉस हुआ? ആമേൻ, അവർ പറയും, ആമേൻ, ഹല്ലേലൂയ, എല്ലാം ദൈവത്തിന്റെ പദ്ധതി ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറി. वो कहेंगे कि हमें जितने भी बातों को हमने छोड़ा था वो परमेश्वर के अनुग्रह के लिए इस्तेमाल हुआ। കാരണം ഹല്ലേലൂയ, വലിയ ദൈവിക വാഗ്ദത്തങ്ങളാണ് ഞങ്ങൾ പ്രാപിച്ചത്. इसका कारण यही है कि बहुत ही बड़ा यीशु मसीह का अनुग्रह हमको मिला था। ഒരു ചിന്തയോടെ പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. एक और बात को मैं कहकर समाप्त करूंगा। ആമേൻ. കൂടെ നടന്നിരുന്നത് ആരൊക്കെയായിരുന്നു? സാധാരണക്കാരായിരുന്നു ഗലീല പുരുഷന്മാരുടെ. साधारण पुरुष यीशु मसीह के साथ चलने वाला समय था। गलीली पुरुष उनके साथ चलते थे। ഗ്രാമപ്രദേശത്ത് നിന്ന് വന്നവർ, गांव से आए हुए लोग, നല്ല ഭാഷ സംസാരിക്കാതിരുന്നവർ, अच्छी भाषा ना बोलने वाले लोग, മുക്കുവരും കർഷകരുമായിരുന്ന സാധാരണക്കാരാളുകൾ. मछली पकड़ने वाले और किसान साधारण जैसे लोग,
ആമേൻ. അവർക്ക് നല്ല ഭാഷയില്ല, നല്ല സംസ്കാരമില്ല. उनका अच्छा संस्कृति नहीं है, उनका अच्छा भाषा नहीं ഇന്നലകളിലെ है। ചരിത്രം ഒരുപാട് രാജാക്കന്മാർ അവരെ ഞെരുക്കിയ ചരിത്രവും ദുഃഖകരമായ ഒരുപാട് സാക്ഷ്യവും പറഞ്ഞിരുന്ന ഗലീല പുരുഷന്മാർ. पिछला इतिहास देखे तो गलीली पुरुष को काफी तड़पाया हुआ है राजा लोग, काफी दुखी किया हुआ है राजा लोग। അവരെ നോക്കി സദയൻ രാജ്യമായ യഹൂദ്യർ ഒരുപാട് അവരെ കളിയാക്കിയിരുന്നു. ഞങ്ങൾ സംസ്കാരമുള്ള, ഞങ്ങൾക്ക് നല്ല ഭാഷയുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് നന്മയുണ്ട്. ആമേൻ. അതുകൊണ്ട് എല്ലാ രീതിയിലും ഞെരുങ്ങിയിരുന്ന ഗലീല പുരുഷന്മാർ. तो गलीली पुरुषों का ये स्थिति देखकर दक्षिण वाले लोग ये कहते थे हमारे पास अच्छी संस्कृति है, हमारे पास भाषा है। इस तरह उनको तुच्छ जानने वाले लोग थे गलीली पुरुष। എന്നാൽ യേശുവിന്റെ കൂടെ നടന്ന നിമിത്തം, अच्छा, इसके बाद यीशु मसीह के साथ चलने के कारण, യേശു വിളിച്ച് വേദനിച്ച് അവരെ ഒരുക്കിയ നിമിത്തം, यीशु मसीह उनको बुलाकर नियुक्त करने के कारण, വായിക്കുന്നു, അവർ സ്വർഗീയ ദൂതന്മാരുടെ കൂടെ നടക്കുന്നു. हम पढ़ते हैं वो स्वर्गीय दूतों के साथ चलने के लिए योग्य हुए। നമ്മൾ കണ്ടോ 11ാമത്തെ വാക്യത്തിൽ ദൂതന്മാർ അവിടെ കൂടെ നിൽക്കുന്നു. हम जानते हैं, हम पढ़े हैं 11वीं आयत में स्वर्गदूत उनके साथ उपस्थित हुए। ആമ ഇന്നലകളിൽ തങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്നവർ സാധാരണക്കാരായിരുന്നെങ്കിൽ ഇന്ന് അവരുടെ സ്വർഗം നടക്കുകയാ. आमीन। पिछले दिनों में उनके साथ साधारण पुरुष लोग की संगति हुआ करती थी, आज के दिन वो स्वर्गदूतों के साथ बैठे थे। നല്ല ആരാമ്യ ഭാഷ പോലും അറിയാതിരുന്നവർ സ്വർഗീയ ഭാഷ അന്യഭാഷയിൽ സംസാരിക്കുന്നു. अच्छी आरामी भाषा ना बोलने वाले लोग आज स्वर्गीय भाषा को बोल रहे थे। ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളുടെയും കഥ പറഞ്ഞ് നടന്നിരുന്നവർ ഇന്ന് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളായ ഭാവി പ്രത്യാശയെ കുറിച്ച് സംസാരിക്കുന്നു. दुख की बातों को और बहुत ही गंदी परिस्थिति से गुजरने वाली बातों को बोलने वाले आज स्वर्गीय गहरी बातों को बोलने का अधिकार रख लिए। ഗലീല പുരുഷന്മാർ गलीली पुरुष लोग തുറന്ന സ്വർഗത്തിന് കീഴിൽ നിൽക്കുകയാ. खुले हुए स्वर्ग के नीचे बैठे थे। ആമേ. ഉയരങ്ങളിലേക്ക് യേശു കടന്നു പോകുന്നു. वो यीशु मसीह ऊंचाइयों की ओर उठता गया। ആമേ. ദൂതന്മാർ സ്വർഗീയ മർമ്മങ്ങളെ സംസാരിക്കുന്നു. स्वर्गदूत उनको गहरी बातों को बताते रहे। മുഴുവൻ ലോകത്തിന്റെയും നെറുകയിൽ സബ്സെ ഊഞ്ച ഭാഗം, സബ്സെ ഉയർന്ന ഭാഗത്ത് ശിഷ്യന്മാർ നിൽക്കുന്നു, ഗലീല പുരുഷന്മാർ. गलीली पुरुष लोग स्वर्ग के बहुत ही ऊंचे पद पर वहां खड़े थे। ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇത് എന്റെയും നമ്മുടെയും സാക്ഷ്യമാ. प्रभु की दासियों, ये हम लोग का एक गवाही है। ആമേൻ. നമ്മളല്ലേ? അതെ, യെസ്, അത് എന്റെ സാക്ഷ്യമാണ്, നമ്മുടെ സാക്ഷ്യമാണ്. आमीन। वो मेरी गवाही है, वो आपकी गवाही है। ആമേൻ. ഒന്നുമില്ലാതിരുന്ന് നമ്മെ തിരഞ്ഞെടുത്ത് ശ്രേഷ്ഠരാക്കിയ സ്വർഗം, कुछ भी नहीं था हमारे पास, हम जैसे लोग को नियुक्त करने वाला स्वर्ग। സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ ഗലീല പുരുഷന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ. स्वर्गीय बातों को समझने के लिए गलीली पुरुष और यीशु मसीह के चेले। രാവിലെ ഹൃദയം തുറന്ന് പറയാമോ, കർത്താവേ, നീ എന്നെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി ഒരുക്കിയതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. अपने हृदय खोल कर ये कह सकते हैं कि हे परमेश्वर, अपने स्वर्ग की गहरी बातों को बताने के लिए हमें नियुक्त किया। മുഴു ലോകത്തോടും വിളിച്ചു പറയുവാനുള്ള സന്ദേശം കരങ്ങളിലേന്തി ആമേൻ ലോകത്തിന്റെ പല ഭാഗത്ത് കർത്താവിന്റെ ധീരമായ സാക്ഷ്യം വഹിക്കുന്ന വിശുദ്ധന്മാരെ ആമേൻ നന്ദി പറയാൻ, കർത്താവ്, ഈ ശ്രേഷ്ഠമേറിയ ഭാഗ്യത്തിന് നീ എന്നെ യോഗ്യനാക്കിയല്ലോ. परमेश्वर के वचन को अपने हाथ में लेकर सेवकाई को आगे बढ़ाने के लिए इस नियुक्त किया हुआ अभिषिक्तों को आज हम बोल सकते हैं कि परमेश्वर, इस बात के लिए धन्यवाद। സ്വർഗത്തോട് കൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ചവർ, स्वर्ग के साथ चलने के लिए भाग्यवान, സ്വർഗത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ, स्वर्ग की गहरी बातों को समझने के लिए जो भाग्यवान हम। യേശുവിന്റെ അസാന്നിധ്യത്തിൽ ആമേൻ യേശുവിന്റെ പ്രതിപുരുഷന്മാരായി ലോകത്തിൽ നടക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ, यीशु मसीह के ना उपस्थित के बीच में भी हम जो उसके चेले हैं, हम उसके लोग हैं, उसके बीच में उसको प्रेरित कर रहे हैं। ഹല്ലേലൂയ. हालेलुया। എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. सारी निराशा चली जानी ആ पाए। വിരോധങ്ങളുടെ ശബ്ദങ്ങൾ അല്ല, നാം സ്വർഗീയ ശബ്ദങ്ങൾ കേൾക്കുന്നവരാ. विरोधियों की आवाज नहीं, बल्कि हम स्वर्ग की आवाज सुनने के ശത്രു लिए എന്നും तैयार പറയട്ടെ. हैं। शत्रु कुछ भी बोलने पाए, ആമേൻ. നമ്മുടെ കയ്യിൽ ഒരു ജീവന്റെ സന്ദേശമുണ്ട്. हमारे पास एक जीवन का संदेश है। നിരാശയില്ലാത്തവർ, निराशा ना होने वाले, മുമ്പിൽ വഴി അടഞ്ഞതായി കാണാത്തവർ, सामने रास्ता बंद है ये ना देखने वाले, ആമേൻ, തുറന്ന സ്വർഗത്തെ കാണുന്നവർ, खुले स्वर्ग को देखने वाले, ആമേൻ, ദൂതന്മാരുടെ കൂടെ നടക്കുന്നവർ, स्वर्गदूतों के साथ चलने वाले, ആത്മാവിൽ അന്യഭാഷ സംസാരിക്കുന്നവർ, आत्मा में अन्य भाषा को बोलने वाले, ആമേൻ, സ്വർഗീയ പദ്ധതിയെ മനസ്സിലാക്കുന്ന വിശുദ്ധന്മാർ, स्वर्गीय बातों को समझने वाले अभिषिक्त लोग। ആമേൻ. കർത്താവ് ദാസന്മാർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം പറയുകയാ. परमेश्वर की दासों का मैं धन्यवाद करता हूं। ദൈവദാസിമാർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. परमेश्वर की दासों को मैं परमेश्वर का धन्यवाद करता ദൈവം हूं। നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे, ധീരസാക്ഷികളായി, धैर्य के साथ, ആമേൻ, ഭയമില്ലാത്തവരായി, भयभीत ना होकर, ആമേൻ, ലോകം മുഴുവൻ കർത്താവ് സാക്ഷിയായി മാറുവാൻ पूरे दुनिया के छोर तक परमेश्वर गवाह होने के लिए ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഗലീല പുരുഷന്മാരെ, ये गलीली पुरुषों, ആമേൻ, ഇന്ന് രാവിലെ ശബ്ദം കേട്ട് കർത്താവ് പറയും, കർത്താവേ, ഈ ഗ്രൂപ്പിൽ നീ എന്നെയും
ഭാഗവാന്മാരാകുവാൻ എന്നെയും കൂട്ടിച്ചേർത്തതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. आज के संदेश को सुनने वाले लोग कह सकते हैं, परमेश्वर इस झुंड के बीच में मुझे भी रखने के लिए धन्यवाद। ഹല്ലേലൂയ. हालेलुया। എല്ലാ മാനവും മഹത്വം കർത്താവിന് सारी महिमा और आदर परमेश्वर के हो, യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में। ആമേൻ. आमीन। ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. प्रभु आपको आशीष करे।